പുരുഷന്മാർക്കുള്ള പ്രശ്നമാണ് ഈ ബ്രസ്റ്റ് ഉണ്ടാവുന്നു. ഗൈനക്കോമാസ്റ്റി എന്ന് പറയുന്നത് ഗൈനക്കോമാസ്റ്റി ഒരു 90% ആണുങ്ങൾക്കും കാണും ഇത്. എൻ്റെ അടുത്തൊരു 16-year-old പോയി വന്നിട്ട് എനിക്ക് ഷർട്ട് ഊരാൻ പറ്റുന്നില്ല, ചിലപ്പം എനിക്ക് ചത്തുപോയാലും ഇതൊന്നും വരരുത്, കാരണം എനിക്ക് അത്രയും ബ്രസ്റ്റ് ഉണ്ട്, എന്നെ കൂട്ടുകാരെല്ലാം കളിയാക്കുകയാണ്, ഭയങ്കര വൃത്തിയായിട്ട രീതിയിലായിരിക്കും കളിയാക്കുന്നത്. നമുക്കറിയാം. ആദ്യം നമ്മൾ ഫാറ്റ് റിമൂവ് ചെയ്യുക, ലൈപ്പോസക്ഷൻ ചെയ്ത്. ഈ പേഷ്യൻസിനൊക്കെ ഉള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഫാറ്റ് മാത്രമല്ല, ഇവർക്ക് ഗ്ലാൻഡ് ഉണ്ട്. അപ്പോൾ ആ ഗ്ലാൻഡും കൂടെ നമ്മൾ റിമൂവ് ചെയ്താൽ മാത്രമേ നമുക്ക് ആ ഒരു ഫ്ലാറ്റ് ഷേപ്പ് മനസ്സിലാകത്തുള്ളൂ. ക്യാൻസർ വന്ന് ബ്രസ്റ്റ് റിസെക്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് 2 രീതിയിൽ തിരിച്ചിത് റീകൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും. നിയർ നോർമൽ ബ്രസ്റ്റ് പോലെ തന്നെയാണ് നമ്മൾ റീകൺസ്ട്രക്ട് ചെയ്തെടുക്കുന്നത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നോർമലായിട്ടുള്ള ബ്രസ്റ്റ് മിൽക്ക് കൊടുക്കാനും ബ്രസ്റ്റ് ഫീഡ് ചെയ്യാനും ഒക്കെ പറ്റുമോ? ഇപ്പോൾ ക്യാൻസർ വന്നിട്ട് ഒരു ബ്രസ്റ്റിൻ്റെ കംപ്ലീറ്റ് ഹോൾ ബ്രസ്റ്റാണ് റിമൂവ് ചെയ്യുന്നതെങ്കിൽ ഒരിക്കലും ബ്രസ്റ്റ് ഫീഡിങ് പറ്റാറില്ല. നിങ്ങൾ സിനിമാടിയെ പോലെയൊക്കെ കൈയും കാലും ഒക്കെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ, അല്ലെ മൂക്കൊക്കെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ അതേ കാലമൊന്നും ജീവിച്ചിരിക്കില്ല കേട്ടോ. അവർ പറയുന്നത് കോംപ്ലിക്കേഷനെ കുറിച്ചാണെങ്കിൽ ഇൻഫെക്ഷന്, വൂണ്ട് ഉണങ്ങാതിരിക്കുന്നത്, അനസ്തെറ്റിക് കോംപ്ലിക്കേഷൻസ് വേറെ. സർജറി ചെയ്യാൻ ആരെയും കൊണ്ടും പറ്റും, അപ്പോൾ വേറെ ആരെങ്കിലും കൊണ്ട് അവർക്ക് സർജറി ചെയ്യിപ്പിക്കാം. പക്ഷേ പ്രോബ്ലം ദേ ഹാവ് ടു നോ വാട്ട് ഈസ് ദ കോംപ്ലിക്കേഷൻസ്. അത് ടാക്കിൾ ചെയ്യാൻ അറിയണം. പ്ലാസ്റ്റിക് സർജറി കൊണ്ട് ഒരാളെ അടിമുടി മാറ്റാൻ പറ്റുമോ ശരിക്കും? പൃഥ്വിരാജിനെ നമുക്ക് എന്താ കുഞ്ചാക്കോ ബോബൻ ആക്കാവുന്നതാണോ ഉദ്ദേശിക്കുന്നത്? അപ്പൊ സത്യം പറഞ്ഞാൽ പ്ലാസ്റ്റിക് സർജൻ ഒരു ആർട്ടിസ്റ്റും കൂടെ ആയിരിക്കേണ്ടതുണ്ട് എന്നുള്ളതാണോ? ആർട്ടിസ്റ്റ് ആവണം നമ്മള്. കാരണം എനിക്ക് അങ്ങനെ ഒരു ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള ഒരു കഴിവില്ലാത്ത ഒരാൾക്ക് പ്ലാസ്റ്റിക് സർജൻ ആകാൻ പറ്റുമോ? നമ്മള് പടം വരച്ച് ആചാര്യവർമ്മ ആവണമെന്നല്ല പറയുന്നത്. ഹലോ എവരിവൺ, വെൽക്കം ടു ദ ഷോ. പ്ലാസ്റ്റിക് സർജറി എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് എന്താണ്? എൻ്റെ മനസ്സിലേക്ക് വരുന്നതെന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ ആളെ മാറ്റിയെടുക്കുക, നമ്മളെപ്പോലെ ഇരിക്കുന്ന ആളെ ഒരു സിനിമാ നടിയെ പോലെ ആക്കുക, സിനിമാ നടനെ പോലെ ആക്കുക, ഇങ്ങനെയൊക്കെ ഉള്ളതാണ്. പക്ഷെ സത്യത്തിൽ പ്ലാസ്റ്റിക് സർജറി എന്ന് പറയുന്നത് അങ്ങനെയാണോ? നമ്മുടെ നിത്യജീവിതത്തിൽ അല്ലെങ്കിൽ നമുക്കൊരു ചെറിയ ആക്സിഡൻറ്റ് ഉണ്ടായാൽ പോലും പ്ലാസ്റ്റിക് സർജറി കൊണ്ട് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റുമോ? അത്തരം കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാനായിട്ട് നമ്മുടെ കൂടെയുള്ളത് ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് ചെങ്ങന്നൂരിലെ പ്ലാസ്റ്റിക് സർജറി ഡിപ്പാർട്ട്മെന്റ് ഡോക്ടേഴ്സായ ഡോക്ടർ ബ്രയൻ ഉമ്മൻ തോമസ് ആൻഡ് ഡോക്ടർ സാനിയ സലീം. വെൽക്കം ടു ദ ഷോ. ഡോക്ടറെ, ആക്ച്വലി ഞാൻ സ്ത്രീകൾ മുന്നേ എന്നാണല്ലോ, ഞാൻ സ്ത്രീ ഡോക്ടറിൽ നിന്ന് തുടങ്ങാം. എൻ്റെ ഒരു വിചാരം എന്ന് പറയുന്നത് പ്ലാസ്റ്റിക് സർജറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുഖം മാറ്റുക, അല്ലെങ്കിൽ ഞാൻ കുഞ്ഞിലേ തൊട്ട് ഈ മൂക്കിൽ ഭയങ്കര ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഉള്ള ആളാണ്. അപ്പം എൻ്റെ മൂക്ക് മാറ്റി വെക്കണമെങ്കിൽ പ്ലാസ്റ്റിക് സർജറി മാത്രം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ മാത്രമാണ് പ്ലാസ്റ്റിക് സർജറി എന്ന് വിചാരിച്ചിരുന്ന ആളാണ്. അത് മാത്രമാണോ പ്ലാസ്റ്റിക് സർജറി? അല്ല. പ്ലാസ്റ്റിക് സർജറി എന്ന് പറയുമ്പോൾ മെയിനായിട്ട് റീകൺസ്ട്രക്റ്റീവ് സർജറി, കോസ്മെറ്റിക് സർജറി എന്നുള്ള 2 വിഭാഗങ്ങളാണ് പ്ലാസ്റ്റിക് സർജറി. അപ്പോൾ ഈ റീകൺസ്ട്രക്റ്റീവ് സർജറിയിൽ തന്നെ നമുക്ക് ശരീരത്തിന് എന്തെങ്കിലും അപകടം പറ്റുമോ, അല്ലെങ്കിൽ ക്യാൻസറിന് ശേഷം സർജറി ചെയ്ത് അത് മുറിച്ചു മാറ്റുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ശരീരം പഴയ രീതിയിൽ എങ്ങനെയിരുന്നോ ആ രീതിയിൽ ആക്കാനായിട്ട് നമുക്ക് റീകൺസ്ട്രക്റ്റീവ് പ്രൊസീജിയേഴ്സ് ചെയ്യുന്ന സർജിക്കൽ പ്രൊസീജിയേഴ്സ് പ്ലാസ്റ്റിക് സർജറിയിലൂടെയാണ് ചെയ്യുന്നത്. ഇത് കൂടാതെ തന്നെ റീകൺസ്ട്രക്റ്റീവ് പ്രൊസീജിയേഴ്സ് ഇനിയും ഒരുപാടുണ്ട്. നമുക്ക് ആക്സിഡൻറ്റ് പറ്റി നമ്മളെ വിരലോ കയ്യോ ഒക്കെ മുറിഞ്ഞു പോവുകയാണെങ്കിൽ അത് തിരിച്ച് അറ്റാച്ച് ചെയ്യുന്ന റീപ്ലാന്റേഷൻ സർജറി അല്ലെങ്കിൽ മൈക്രോവാസ്കുലർ സർജറി, ഇതൊക്കെ പ്ലാസ്റ്റിക് സർജൻസ് തന്നെയാണ് ചെയ്യുന്നത്. ഇതല്ലാണ്ട് തന്നെ നമുക്ക് ജന്മനാ വൈകല്യങ്ങൾ ഉണ്ടാവും. ചില കുട്ടികൾക്ക് ഇങ്ങനെ മുറിച്ചുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ പാലറ്റിന് ക്ലെഫ് ലിപ്പ് എന്നൊക്കെ പറയും. ഇത് കൂടാതെ നമ്മുടെ ഫിംഗേഴ്സ് എല്ലാം ഫ്യൂസ്ഡ് ആയിട്ട് കുട്ടികൾ ജനിക്കാറുണ്ട്, ചെവി ഇല്ലാണ്ട് ജനിക്കാറുണ്ട്. ഇങ്ങനെ ജന്മനായുള്ള വൈകല്യങ്ങളും ട്രീറ്റ് ചെയ്യുന്നത് പ്ലാസ്റ്റിക് സർജൻസ് ആണ്. പക്ഷെ കോമൺ ആയിട്ട് എല്ലാവരും വിചാരിക്കുന്നത് പ്ലാസ്റ്റിക് സർജറി എന്ന് പറയുന്നത് കോസ്മെറ്റിക് സർജറി മാത്രമാണ്. പക്ഷെ കോസ്മെറ്റിക് സർജറി മാത്രമല്ല, ഇതല്ലാണ്ട് മേജർ വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് പ്ലാസ്റ്റിക് സർജൻ ചെയ്യുന്നതാണ് ക്യാൻസർ റീകൺസ്ട്രക്ഷൻ. ക്യാൻസർ വന്നിട്ട് മുറിച്ചു മാറ്റുന്ന ഭാഗങ്ങൾ ബ്രസ്റ്റ് ആണെങ്കിലും നമ്മളെ ഫേസ് ആണെങ്കിലും ഹെഡ് ആൻഡ് നെക്ക് റീജിയനിലുള്ള ക്യാൻസർ ആണെങ്കിലും ഇത് കഴിഞ്ഞിട്ട് റീകൺസ്ട്രക്റ്റീവ് പ്രൊസീജിയേഴ്സ് പ്ലാസ്റ്റിക് സർജൻസ് ചെയ്യാറുണ്ട്. ഇത് കൂടാതെ ഇനിയും ഉണ്ട്. പ്ലാസ്റ്റിക് സർജറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം തന്നെ എടുക്കും. നമ്മുടെ തല മുതൽ കാലിൻ്റെ വിരലിൻ്റെ അറ്റം വരെ നമുക്ക് ചെയ്യാനുള്ള ഒരുപാട് പ്രൊസീജിയേഴ്സ് ഉണ്ട്. നമ്മുടെ നെർവ് സർജറീസ്, ബ്രേക്കിൽ പ്ലെക്സസ് എന്നൊക്കെ പറയും. ആക്സിഡൻറ്റ് പറ്റി നമ്മളെ കയ്യിലോട്ടുള്ള ഞരമ്പുകൾക്ക് ക്ഷതം സംഭവിക്കുകയാണെങ്കിൽ നെർവ് ട്രാൻസ്ഫർ അല്ലെങ്കിൽ അങ്ങനെയുള്ള സർജറീസും പ്ലാസ്റ്റിക് സർജൻസ് ചെയ്യാറുണ്ട്. പിന്നെ വൂണ്ടിൻ്റെ മാനേജ്മെൻറ്റ് ചെയ്യാറുണ്ട്, ഡയബറ്റിക് ഫുഡ് ചെയ്യാറുണ്ട്, ഹാൻഡിൻ്റെ ഇഞ്ചുറീസ് മാനേജ് ചെയ്യുന്നത് പ്ലാസ്റ്റിക് സർജൻസ് തന്നെയാണ്. അങ്ങനെ കാര്യങ്ങൾ ഇങ്ങനെ കടൽ പോലെ വിശാലമാണ്. അതെ, പ്ലാസ്റ്റിക് സർജറി കോസ്മെറ്റിക് സർജറി മാത്രമല്ല. ഡോക്ടറെ, എൻ്റെ ഒരു നെയ്ബർ കുട്ടി, അവന് ഇങ്ങനെ കാലിലേക്ക് ഒരു ഗ്ലാസ് വീണ് കാല് പൊട്ടി, അതിനുശേഷം പ്ലാസ്റ്റിക് സർജറി ചെയ്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, എന്നോട് പറഞ്ഞത്. പക്ഷെ പ്ലാസ്റ്റിക് സർജറി എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ എങ്ങനെയായിരുന്നോ നമ്മുടെ കാലിരുന്നത് അല്ലെങ്കിൽ കൈ ഇരുന്നത് അതേപോലെ തന്നെ തിരിച്ചു വരണമല്ലോ. പക്ഷെ ഇതിപ്പോൾ നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഇങ്ങനെ ആ ഒരു നമ്മുടെ എന്താ പറയുക
തുന്നിച്ചേർത്ത ആ ഇത് സ്റ്റിച്ചുകൾ കാണുന്നു, അല്ലെങ്കിൽ അങ്ങനെ അവിടുത്തെ മാത്രം സ്കിന്ന് വേറൊരു കളറിൽ നിൽക്കുന്നു. അപ്പൊ അങ്ങനെയാണോ സത്യത്തിൽ പ്ലാസ്റ്റിക് സർജറി ചെയ്ത് കഴിഞ്ഞ് വരുമ്പോഴേക്കും? അല്ല, അങ്ങനെ ആവണമെന്നില്ല. ഇത് ബേസിക്കലി ഇപ്പൊ പറഞ്ഞത് ട്രോമയാണ്. എന്ന് വെച്ചാൽ ഗ്ലാസ് കാലിലോട്ട് വീണു, അവന്റെ കാലിനുണ്ടായ ക്ഷതം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അവന്റെ ചലനവള്ളി അറ്റ് പോയി കാണാം, വെസൽസ് അതായത് ബ്ലഡ് വെസൽസ് കട്ടായി പോയി കാണാം, നെർവ് കട്ടായി പോയി കാണാം. അത് റിപ്പയർ ചെയ്യുന്നത് പ്ലാസ്റ്റിക് സർജറിയാണ്. ഇപ്പൊ സ്കിന്നിൽ നമ്മൾ തിരിച്ച് തുന്നുമ്പം ചെറിയ സ്കാറിങ് ഒക്കെ കാണും. പക്ഷെ ആ ടൈമിൽ നമ്മൾ ട്രോമ റീകൺസ്ട്രക്ഷനാണ് കൂടുതലും ചെയ്യുന്നത്. അവിടെ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയും അവനെ പഴയ നിയർ നോർമൽ ലൈഫിലോട്ട് തിരിച്ചു കൊണ്ടുവന്ന രീതിയിൽ അവന്റെ ഓരോരോ ഇഞ്ചുറീസ്, അതായത് അവൻ്റെ ടെൻഡൻ ഇഞ്ചുറി ആണെങ്കിൽ, അതായത് ചലനവള്ളി ആണെങ്കിൽ അത് റിപ്പയർ ചെയ്യുക, നെർവ് ആണെങ്കിൽ നെർവ് റിപ്പയർ ചെയ്യുക, രക്തക്കൊള്ളാണെങ്കിൽ രക്തം റിപ്പയർ ചെയ്യുക, അങ്ങനെയുള്ളതെല്ലാം റിപ്പയർ ചെയ്ത് അവനെ നിയർ നോർമലായിട്ട് നടക്കുന്ന രീതിയിൽ ആക്കുന്നതാണ് പ്ലാസ്റ്റിക് സർജറി. അതും പ്ലാസ്റ്റിക് സർജറിയാണ്. പക്ഷെ അപ്പൊ ഞാൻ സംശയിക്കട്ടെ, കുറെ കാലങ്ങൾക്ക് ശേഷമാണെങ്കിലും ആ പഴയ സ്കിന്നിന്റെ ടെക്സ്ചർ അല്ലെങ്കിൽ കളർ ഒക്കെ തിരിച്ചു വരുമോ? അത്യാവശ്യം കുറെയൊക്കെ വരാറുണ്ട്. നോർമൽ സ്കിൻ ആവും, അതിന് സ്കിൻ ഡിഫറൻസ് ഒന്നും വരത്തില്ല. പിന്നെ നമ്മൾ സ്കാർ മാനേജ്മെന്റും കൂടെ ചെയ്യണം. സ്കാർ മാനേജ്മെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ സിലിക്കൺ ജെൽ തെറാപ്പിയും അങ്ങനെയുള്ള സിലിക്കൺ ഷീറ്റ് തെറാപ്പി അങ്ങനെയുള്ളതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ, പിന്നെ സ്കാർ മസാജിങ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ കുറെ കൂടെ നമുക്ക് ആ സ്കാർ കുറച്ചും കൂടെ ചെറുതാക്കാൻ പറ്റും. അപ്പോൾ ആ കല അത്രയും കാണാത്ത രീതിയിൽ നമുക്ക് കൊണ്ടുവരാം. ഇതുപോലെ തന്നെ ഞാൻ എപ്പോഴും കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്, നമ്മൾ ഡോക്ടർ ഓങ്കോളജിയിലും കൂടെ സ്പെഷ്യലൈസേഷൻ ഉള്ളത് കൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, ഈ ബ്രസ്റ്റ് ക്യാൻസർ വന്നു കഴിഞ്ഞാൽ ബ്രസ്റ്റ് മാറ്റി കഴിഞ്ഞ് പിന്നീട് റീകൺസ്ട്രക്ട് ചെയ്യുന്ന ബ്രസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ കാലിലെയോ അല്ലെങ്കിൽ തുടയിലെയോ ഒക്കെ ഫാറ്റ് എടുത്ത് വെക്കുകയാണ്. അതിന് ആ ഒരു യഥാർത്ഥ ബ്രസ്റ്റിന്റെ ഒരു ലുക്കോ ഫീലോ ഒന്നും ഉണ്ടാവില്ല എന്നുള്ളത് അങ്ങനെയാണോ? അതാണോ സത്യം? ഇല്ല, അതൊരു തെറ്റിദ്ധാരണയാണ്. നമുക്ക് ക്യാൻസർ വന്ന് ബ്രസ്റ്റ് റിസെക്ട് ചെയ്തതിന് ശേഷം നമുക്ക് രണ്ട് രീതിയിൽ തിരിച്ചിത് റീകൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും. ഒന്ന്, നമുക്ക് ഇംപ്ലാന്റും ടിഷ്യൂ ബേസ്ഡ് ആയിട്ട്, അതായത് പേഷ്യൻറ്റിൻ്റെ തന്നെ നമ്മുടെ അടുത്തുള്ള മസിൽ വെച്ചിട്ട് ഇംപ്ലാന്റിൻ്റെ, നമ്മൾ സാധാരണ കോസ്മെറ്റിക് സർജറി യൂസ് ചെയ്യുന്ന ഇംപ്ലാന്റും ടിഷ്യൂവും വെച്ചിട്ട് നമുക്ക് റീകൺസ്ട്രക്ട് ചെയ്ത് ബ്രസ്റ്റ് പോലെ ആക്കാം. ഇതല്ലെങ്കിൽ കാലിൽ നിന്ന് നമ്മൾ മൈക്രോവാസ്കുലർ ഫ്ലാപ്പ് എടുത്തിട്ടും നമുക്ക് ബ്രസ്റ്റ് റീകൺസ്ട്രക്ട് ചെയ്തെടുക്കാം. ഇത് തീർത്തും നോർമൽ ബ്രസ്റ്റിൻ്റെ രൂപത്തിലും നമ്മൾ നിപ്പിളും ഏരിയോളയും വരെ റീകൺസ്ട്രക്ട് ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ അത് നിയർ നോർമൽ ബ്രസ്റ്റ് പോലെ തന്നെയാണ് നമ്മൾ റീകൺസ്ട്രക്ട് ചെയ്തെടുക്കുന്നത്. അവിടെ നമ്മുടെ സെൻസേഷൻസ് ഒക്കെ അതുപോലെ പഴയതുപോലെ ഉണ്ടാകുമോ? സെൻസേഷനും നമുക്ക് പ്രിസർവ് ചെയ്യാം. സെൻസേഷൻ പ്രിസർവ് ചെയ്യാത്ത രീതിയിലും നമുക്ക് ടിഷ്യൂ റീകൺസ്ട്രക്ട് ചെയ്ത് ബ്രസ്റ്റ് റീകൺസ്ട്രക്ട് ചെയ്തെടുക്കാം. നമുക്ക് ചില പേഷ്യൻസ് എനിക്ക് അവിടെ സെൻസേഷൻ വേണമെന്ന് പറയുവാണെങ്കിൽ നമുക്ക് സെൻസറി റീഇന്നർവേഷനും കൊടുക്കാൻ പറ്റാവുന്നതാണ്. ഈ കോസ്മെറ്റിക് പ്ലാസ്റ്റിക് സർജറിയിൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യമാണ്, പലരും ഇങ്ങനെ നമ്മുടെ മുതിർന്നവരല്ലേ പ്രായമായവരോടൊക്കെ ഇങ്ങനെ പറയുമ്പോഴത്തേക്കും പറയും, നിങ്ങൾ സിനിമാടിയെ പോലെയൊക്കെ കയ്യും കാലും ഒക്കെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ, അല്ലെ മൂക്കൊക്കെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ അതേ കാലമൊന്നും ജീവിച്ചിരിക്കില്ല കേട്ടോ, കുറേ പ്രശ്നങ്ങളുണ്ടാവും, നമുക്ക് നിങ്ങൾ മനസ്സിലാക്കുന്നതിനേക്കാളും വലിയ വലിയ പ്രശ്നങ്ങൾ ശരീരത്തിന് ഉണ്ടാകുമെന്ന്. അങ്ങനെ ഒരു പ്രശ്നമുണ്ടോ സത്യത്തിൽ? ഇപ്പോൾ അവർ പറയുന്നത് കോംപ്ലിക്കേഷനെ കുറിച്ചാണെങ്കിൽ, ഇപ്പം ഞാൻ എല്ലാവരോടും പറയുന്ന ഒരു കാര്യമാണ്, കോസ്മെറ്റിക് സർജറി എന്ന് പറയുന്നത് ഇറ്റ്സ് എ സർജറി. സർജറിക്കുള്ള സർജറിക്ക് ഒരു സെറ്റ് ഓഫ് കോംപ്ലിക്കേഷൻസ് ഉണ്ട്. അത് വരാൻ ചാൻസ് ഉള്ളത് ഇൻഫെക്ഷന്, വൂണ്ട് ഉണങ്ങാതിരിക്കുന്നത്, പിന്നെ അങ്ങനെയുള്ള, പിന്നെ അനസ്തെറ്റിക് കോംപ്ലിക്കേഷൻസ് വേറെ, അങ്ങനെയുള്ളതൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ പ്രോപ്പറായിട്ട് ടാക്കിൾ ചെയ്യാൻ അറിയാവുന്ന ആൾക്കാരാണ് നമ്മൾ പ്ലാസ്റ്റിക് സർജൻസ്. ഞങ്ങൾ ഇത്രയും പഠിക്കുന്നത് പോലും നമ്മൾ ഒരു പ്രൊസീജിയറിനെക്കാളും കൂടുതൽ പഠിക്കുന്നത് കോംപ്ലിക്കേഷൻസിനെ കുറിച്ചാണ്. കാരണം ഇന്ന പ്രൊസീജിയർ ചെയ്യുമ്പം ഇത്രയും കോംപ്ലിക്കേഷൻസ് ഉണ്ടാകും, ഇത്ര സെറ്റ് ഓഫ് കോംപ്ലിക്കേഷൻസ് ഉണ്ടാകും, അതെങ്ങനെ ടാക്കിൾ ചെയ്യണമെന്ന് വരെ നമുക്ക് അറിഞ്ഞിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എല്ലാവരോടും പറയുന്നത്, ഇഫ് യു ആർ ഗോയിങ് ടു ഡു എ കോസ്മെറ്റിക് സർജറി, നിങ്ങളതൊരു പ്രോപ്പർ സർട്ടിഫൈഡ് ആയിട്ടുള്ള ഒരു പ്ലാസ്റ്റിക് സർജൻ്റെ അടുത്ത്, അതായത് ബോർഡ് സർട്ടിഫൈഡ് ആയിട്ടുള്ള പ്ലാസ്റ്റിക് സർജൻ്റെ അടുത്ത് പോകും. കാരണം ദേ നോ ഹൗ ടു മാനേജ് കോംപ്ലിക്കേഷൻ. അത് പറഞ്ഞപ്പോഴാണ് ഈ ഹെയർ ട്രാൻസ്പ്ലാന്റേഷനും ചെയ്യുന്നത് പ്ലാസ്റ്റിക് സർജൻസ് ചെയ്യാറുണ്ട് എന്നുള്ളതേ ഉള്ളൂ അല്ലേ? അല്ല, ചെയ്യാറുണ്ടെന്നല്ല, അത്യാവശ്യം ഞങ്ങളുടെ ഒരു ഇത് ഇപ്പം പറഞ്ഞ പോലെ തല മുതൽ കാല് വരെ എന്ന് ഞാൻ പറയുന്നത് തലമുടി മുതൽ നഖം വരെ എന്നാണ് ഞാൻ പറയുന്നത്. കാരണം എന്ന് വെച്ചാൽ തലമുടി എന്ന് പറഞ്ഞാൽ നമ്മൾ ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നത് ഞങ്ങളുടെ സർജിക്കൽ ഡിപ്പാർട്ട്മെന്റിൽ പെടുന്നതാണ്, പ്ലാസ്റ്റിക് സർജറിയിൽ പെടുന്ന, കോസ്മെറ്റിക്കിൽ പെടുന്നതാണ്. അപ്പോൾ അത് ഞങ്ങൾ ചെയ്യുന്നുണ്ട്, ഡെർമറ്റോളജിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ പറഞ്ഞില്ലേ, അതൊക്കെ പ്രോപ്പറായിട്ടുള്ള പ്രിക്കോഷൻ എടുത്തില്ലെങ്കിൽ there will be infections, there will be complications. അതാണ് ഞാൻ ചോദിക്കാൻ വന്നിരുന്നത്. നമ്മളൊരിടയ്ക്ക് ഭയങ്കര വാർത്തയായിട്ടുള്ള ഒരാളെ കണ്ടിരുന്നു, അയാളുടെ തല മുഴുവനും ഇൻഫെക്റ്റഡ് ആയിട്ടിരിക്കുന്നത്.
അപ്പൊ എന്തുകൊണ്ടായിരിക്കും താരതമ്യേന വളരെ എളുപ്പമുള്ള ഒരു സർജറി ആണ് അല്ലെങ്കിൽ ഒരു കോസ്മെറ്റിക് സർജറി ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങൾ ചെയ്യുന്ന മറ്റു വർക്കുകളെ അപേക്ഷിച്ച്. അപ്പൊ എന്തുകൊണ്ടായിരിക്കും അതിന് അത്രയും വലിയൊരു ഇമ്പാക്ട് ഉണ്ടാവുന്നത് അല്ലെങ്കിൽ അങ്ങനെ ഒരു സൈഡ് എഫക്ട്? സ്റ്റെറൈൽ ആയിട്ടുള്ള പ്രോപ്പർ സെറ്റപ്പ്, പ്രോപ്പർ OT അല്ലെങ്കിൽ അങ്ങനെ ഒരു ഹോസ്പിറ്റൽ ബാക്കപ്പോട് കൂടി ഒരു സ്ഥലത്ത് ചെയ്തില്ലെങ്കിലാണ് ഇങ്ങനെയുള്ള ഒരു പ്രശ്നം വരുന്നത്. പിന്നെ അതുകൂടാതെ ഈ പറഞ്ഞ കണക്ക് നമ്മൾ പലപ്പോഴും കോസ്മെറ്റിക് സർജറിയെ പറ്റി പറയുമ്പോഴത്തേക്ക് നമ്മുടെ സമൂഹത്തിനൊരു പ്രശ്നമുണ്ട് കോസ്മെറ്റിക് സർജറിന്. അതിൻ്റെ ഒരു റീസൺ എന്ന് പറഞ്ഞാൽ എല്ലാ സർജറിയും പോലെ കോംപ്ലിക്കേഷൻസും ഏത് സർജറിക്കാണെങ്കിലും കോംപ്ലിക്കേഷൻസ് വരാം. ഇപ്പോൾ ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെറിയൊരു പ്രൊസീജിയറാണ്, ഈസി പ്രൊസീജിയറാന്ന് പറഞ്ഞു. അല്ല, അത് അത്യാവശ്യം നല്ല പാടുള്ള പ്രൊസീജിയേഴ്സ്, നല്ല പാടുള്ള പ്രൊസീജിയേഴ്സ്. അതൊക്കെ നമ്മൾ ടൈം എടുത്ത് നമ്മളിപ്പോൾ ഒരു 3500-4000 ഗ്രാഫ്റ്റ് എടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ള ഒരു പ്രൊസീജിയറാണ്. അത് നമ്മൾ ചെയ്യുമ്പോൾ ഒരു പേഷ്യൻ്റെ തലയിലോട്ടാണ്. അത് നമ്മൾ വിത്തൗട്ട് എനി ഇൻഫെക്ഷൻ സ്റ്റെറൈൽ കണ്ടീഷനിൽ തന്നെ ചെയ്യണം. ഇല്ലെങ്കിൽ ഡയറക്റ്റ് നമ്മുടെ സ്കിന്ന് വഴി വെയിൻസ് വഴി ഇൻഫെക്ഷൻ കയറി നല്ല ബാഡ്, പേഷ്യൻ്റ് ഭയങ്കര പെട്ടെന്നാണ് കോംപ്ലിക്കേഷനിലോട്ട് പോയി ഈവൻ ഡെത്ത് വരെ സംഭവിക്കാം. പല കേസുകളിലും ഡെത്ത് വരെ സംഭവിച്ചിട്ടുണ്ട്. അത് ഈ പറഞ്ഞ പോലെ സ്റ്റെറൈൽ ടെക്നിക്ക് ഫോളോ ചെയ്യാത്തവരാണ്. ഈ അതുപോലെ തന്നെ വളരെ കോമൺ ആയിട്ട് ഒരുപാട് പുരുഷന്മാർക്കുള്ള പ്രശ്നമാണ് ഈ ബ്രസ്റ്റ് ഉണ്ടാവുന്നു, അതുകൊണ്ട് ഗൈനക്കോമാസ്റ്റി എന്ന് പറയുന്നത്. ഗൈനക്കോമാസ്റ്റി. അപ്പൊ ഇതിനെന്താ നമുക്ക് ചെയ്യാൻ സാധിക്കുക, അല്ലെങ്കിൽ ഈ ഒരു സർജറി എന്ന് പറയുന്നത്? ഗൈനക്കോമാസ്റ്റി എന്ന് പറയുന്നത് ഞാൻ ഇപ്പം അതിലൊരു കാര്യം പറയാം, ഇത് എല്ലാവരും ചെയ്യണമെന്നില്ല. ഒന്നാമത്തെ കാര്യം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ബുദ്ധിമുട്ടുണ്ട്. ചിലർക്കാണെങ്കിൽ ഈ പ്രശ്നം ഇത് എല്ലാവർക്കും കാണും, ഒരു 90% ആണുങ്ങൾക്കും കാണും ഇത്. പക്ഷെ അത് ആർക്കാണ് മാനസികമായിട്ട് ഇത് പ്രശ്നം ഉണ്ടാക്കുന്നത്? ഇങ്ങനെ ടീഷർട്ട് ഇടുമ്പോഴോ അല്ലെങ്കിൽ വെളിയിൽ ഇറങ്ങാൻ ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ സ്വന്തം കൂട്ടുകാരുടെ മുമ്പിൽ ഹോസ്റ്റലിൽ അവർക്ക് ഷർട്ട് ഊരാൻ ബുദ്ധിമുട്ടോ അങ്ങനെയൊക്കെ ഉള്ള കണ്ടീഷനിലാണ് അവർ സർജിക്കലായിട്ട് പോകുന്നത്. അതൊരിക്കലും ഒരു അനാവശ്യ കാര്യമെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല. അത് ചെയ്യണമെന്ന്. കാരണം ഡിപ്രഷനിലോട്ട് പോയ ആൾക്കാരുണ്ട്. എൻ്റെ അടുത്തൊരു 16 year old പോയി വന്നിട്ട് അവൻ വന്നിട്ട് പറയുന്ന കാര്യങ്ങൾ ഇതാണ്: എനിക്ക് ഷർട്ട് ഊരാൻ പറ്റുന്നില്ല, ചിലപ്പം എനിക്ക് ചത്തുപോയാലും ഇതൊന്നും കാരണം എനിക്ക് അത്രയും ബ്രസ്റ്റ് ഉള്ളത്, എന്നെ കൂട്ടുകാരെല്ലാം കളിയാക്കുകയാണ്. അപ്പോൾ അവർ അനാവശ്യമായിട്ട് കളിയാക്കുക. അതും ഭയങ്കര വൃത്തിയായിട്ട രീതിയിലായിരിക്കും കളിയാക്കുന്നത്. നമുക്കറിയാം, നമ്മളൊക്കെ സ്കൂളിൽ പഠിച്ചിട്ടുള്ള എങ്ങനെയാണ് കളിയാക്കൽ പോകുന്നതെന്ന് നമുക്കറിയാം. അപ്പോൾ അങ്ങനെയുള്ളൊരു കണ്ടീഷനിൽ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഒരു വലിയൊരു സർജറി, ചെറിയ സർജറി ആണെങ്കിൽ ചെറിയ സർജറി അല്ല, എന്നാലും വലിയ സഹായമാണ് നമ്മൾ ചെയ്യുന്നത്. ചെറിയതല്ല എന്നാലും ഞാൻ പറയുന്നത് അത് വലിയ സഹായമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സർജറി അത്. അപ്പോൾ അതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ഫാറ്റ് റിമൂവ് ചെയ്യുക, ലൈപ്പോസെക്ഷൻ ചെയ്ത് ഫാറ്റ് റിമൂവ് ചെയ്യും. ഈ പേഷ്യൻസിനൊക്കെ ഉള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഫാറ്റ് മാത്രമല്ല, ഇവർക്ക് ഗ്ലാൻഡ് ഉണ്ട്. ഈ നിപ്പിളിൻ്റെ അടിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഗ്ലാൻഡും കൂടെ ഉണ്ട്, ബ്രസ്റ്റ് ഗ്ലാൻഡ് ഉണ്ട്. അത് ഈ ഹോർമോണൽ സർജ്, നമ്മുടെ ഈ പ്യൂബർട്ടിയുടെ സമയത്ത് ഹോർമോൺസിൻ്റെ അതിപ്രസരം കാരണം ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ ആ ഗ്ലാൻഡും കൂടെ നമ്മൾ റിമൂവ് ചെയ്താൽ മാത്രമേ നമുക്ക് ആ ഒരു ഫ്ലാറ്റ് ഷേപ്പ് മനസ്സിലാകത്തുള്ളൂ. ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു 16 year old വന്നിട്ട് നമ്മുടെ അടുത്ത് ഇങ്ങനെ പറയുമ്പോൾ നമ്മളത് ചെയ്യാതിരിക്കാൻ പറ്റില്ല. വി വോണ്ട് കൺസിഡർ ദിസ് ഏജ്, വി വിൽ കൺസിഡർ ദിസ് മെൻ്റൽ സ്റ്റാറ്റസ്. നമ്മൾ ആ മെൻ്റൽ ഇതാണ് നോക്കുന്നത്. കാരണം അവൻ കൂട്ടുകാരോട് സംസാരിക്കുന്ന പോലും ഇല്ല. അവൻ്റെ വീട്ടുകാർ വന്നിട്ട് പറയുന്നതാ കൂട്ടുകാരോട് സംസാരിക്കുന്നില്ല, അവന് ഉറക്കമില്ല. അങ്ങനെയുള്ള കണ്ടീഷനൊക്കെ വരുമ്പോൾ വി വിൽ ഗോ വിത്ത് ദ സർജറി ആസ് സൂൺ ആസ് പോസിബിൾ. അപ്പോൾ അവന് ഫ്ലാറ്റ് ആകുമ്പോൾ അവൻ്റെ മുഖത്ത് വരുന്ന ആ പ്രസരിപ്പുണ്ട്, അത് കാണുമ്പോൾ സത്യം പറഞ്ഞാൽ ഞങ്ങൾക്കും സന്തോഷമാണ്. കാരണം ഒരു സർജറി കൊണ്ട് ഇത്രയും ചേഞ്ചസ് ഒരു മനുഷ്യന്റെ മെന്റാലിറ്റിയിൽ വരുത്താൻ പറ്റുന്നത് അത് ഈ ഗൈനക്കോമാസ്റ്റി സർജറി കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വലിയൊരു കാര്യമാണ്. ഗൈനക്കോമാസ്റ്റി അല്ല, പൊതുവെ കോസ്മെറ്റിക് സർജറി പേഷ്യൻസ് ഹാപ്പി ആണെങ്കിൽ അവരെ നല്ലപോലെ അവരുടെ കോൺഫിഡൻസിന് എല്ലാവരെയും ഒരാൾക്ക് ഇന്നതാണ് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ ഒരു പേഷ്യന്റ്, ഇപ്പം ഞാൻ പറഞ്ഞ ഗൈനക്കോമാസ്റ്റി തന്നെ നമുക്ക് എടുക്കാം. ചില പേഷ്യന്റ് ഭയങ്കര ഫ്ലാറ്റ് ആയിരിക്കും, പക്ഷെ അവർക്കൊരു പഫി നിപ്പിൾ അപ്പിയറൻസ് ആണ്. അവർക്ക് ചിലപ്പോൾ ലൈപ്പോസെക്ഷൻ പോലും വേണ്ടി വരത്തില്ല, ജസ്റ്റ് ഗ്ലാൻഡ് എക്സസൈസ് ചെയ്താണ്. ചിലപ്പോൾ ഇവർക്കാണെങ്കിൽ ജസ്റ്റ് ഫാറ്റ് മാത്രമേ കാണത്തുള്ളൂ, അവർക്ക് ലൈപ്പോസെക്ഷൻ മാത്രം മതി. ചിലർക്ക് ഇത് രണ്ടും കാണും, അപ്പോൾ അവർക്കത് രണ്ടും ചെയ്യേണ്ടി വരും. ഡോക്ടറുടെ ഒരു എക്സ്പീരിയൻസിൽ ഇതുപോലെ ഭയങ്കര പെയിൻ അനുഭവിച്ചു വന്നൊരു പേഷ്യന്റ് സ്റ്റോറി ഉണ്ടോ? അതായത് എന്ത് ചെയ്തിട്ട് കോൺഫിഡൻസ് ഇല്ലാതെ വരുന്നു, ഇങ്ങനെയൊക്കെയുള്ള ഭയങ്കര മാനസിക പ്രശ്നങ്ങളോടുകൂടി വരുന്ന ആളുകൾ ഉണ്ടാവില്ലേ? കോസ്മെറ്റിക് സർജറിയിൽ യൂഷ്വലി അങ്ങനെ ഭയങ്കര വിഷമിച്ച് വരുന്നത് ഒന്ന് പൊതുവേ സ്ത്രീകൾ അങ്ങനെ വരാറുണ്ട്. ബ്രസ്റ്റ് ഓഗ്മെൻറ്റേഷൻ ആവശ്യപ്പെട്ട് വരുന്ന സ്ത്രീകൾ വരാറുണ്ട്. അവർക്ക് ഇങ്ങനെ ബ്രസ്റ്റ് സൈസ് കുറവാണ്, പിന്നെ നമ്മൾ ഓഗ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അവർ ഭയങ്കര ഹാപ്പി ആയിട്ട് അവർക്ക് ഇപ്പം അവരുടെ മാരേജ് ആണെങ്കിലും കാരണം പലർക്കും ഈ ബ്രസ്റ്റിന്റെ പ്രശ്നം വരുമ്പോൾ കല്യാണം കഴിക്കാൻ പോകുന്നവർക്ക് ഭയങ്കര വിഷമമായിട്ട് അവർ വരുന്നത്. അങ്ങനെയുള്ള ഇഷ്യൂസ് ഇപ്പൊ കല്യാണം കഴിച്ചവരാണെങ്കിലും അവർക്ക് ഭയങ്കര ഒരു മാനസികമായിട്ടുള്ള കാര്യമാണ് ഞാനീ പറയുന്നത്. ഇത് ഞാൻ കോസ്മെറ്റിക് സർജറിയുടെ കാര്യമാണ്. ഇതുപോലെ ബ്രസ്റ്റിന് സൈസ് കൂടുതലായിട്ടുള്ള കുട്ടികളും വരാറുണ്ട്. അപ്പോൾ കല്യാണത്തിന് മുന്നേ തന്നെ ബ്രസ്റ്റിൻ്റെ സൈസ് ഭയങ്കര കൂടുതലാണെങ്കിൽ അവർക്ക് പലതരം ബോഡി പെയിൻ, ബാക്ക് പെയിൻ ഒക്കെ അനുഭവിച്ചിട്ട് ബ്രസ്റ്റ് റിഡക്ഷൻ കഴിഞ്ഞിട്ട് നല്ല രീതിയിൽ ഹാപ്പി ആവാറുള്ള പേഷ്യൻസ് ഉണ്ട്.
അല്ലാണ്ട് റീകൺസ്ട്രക്റ്റീവ് സൈഡ് മറ്റേ സൈഡ് പറയുവാണെങ്കിൽ പലപ്പോഴും നമ്മൾ ഈ ക്യാൻസർ സർജറിയുടെ കൂടെ തന്നെ ഇപ്പോൾ പ്ലാസ്റ്റിക് സർജറി മീൻസ് റീകൺസ്ട്രക്റ്റീവ് പ്ലാസ്റ്റിക് സർജൻസ് ഇല്ലാത്ത സ്ഥലത്താണെങ്കിൽ അവരപ്പോൾ റീകൺസ്ട്രക്റ്റ് ചെയ്യാറില്ല. അപ്പോൾ ഫസ്റ്റ് ഇങ്ങനെ ക്യാൻസർ വരുന്ന സമയത്ത് ഇവരുടെ ഒരു മൈൻഡിൽ എങ്ങനെയായിരിക്കും എന്ന് വെച്ചാൽ ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുത്താൽ മതി, എങ്ങനെയെങ്കിലും ക്യാൻസർ പോയാൽ മതി എന്ന് പറഞ്ഞിട്ട് അവർ സർജിക്കലി റിസെക്ഷൻ അല്ലെങ്കിൽ കീമോ റേഡിയേഷൻ അതെല്ലാം ചെയ്യും. പക്ഷേ അത് കഴിഞ്ഞിട്ട് അവർക്ക് വരുന്ന ഒരു ഡിസ്ഫിഗർമെൻറ്റ് ഭയങ്കരമാണ്. അത് കഴിഞ്ഞിട്ട് ഇവരുടെ ഫേസിലൊക്കെയാണ് വരുന്നെങ്കിൽ ഇവരുടെ വാ അടയ്ക്കാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ ടങ്ങിന് വരുവാണെങ്കിൽ ഭക്ഷണം പോലും കഴിക്കാൻ പറ്റാതെ ട്യൂബ് ഡിപ്പെൻഡൻ്റ് ആയിട്ട് പേഷ്യൻസ് വരാറുണ്ട്. അപ്പോൾ ഇവരുടെ ഫേസ് മുഖമൊന്നും പുറത്തു പോലും കാണിക്കാണ്ട് ഇങ്ങനെ ഷോളൊക്കെ ഇട്ട് കവർ ചെയ്ത് ഇങ്ങനെ പബ്ലിക്കിലൊന്നും ഇറങ്ങാത്ത. ഇപ്പം ക്യാൻസർ എന്ന് പറയുന്ന ഏത് ആൾക്കാർക്കും വരാവുന്നതാണ്, സൊസൈറ്റിയിൽ ഏത് ലെവലിലുള്ള ആൾക്കാർക്കും വരാവുന്നതാണ്. നമുക്ക് അതിന്റെ ഒരു പിക്ചർ കിട്ടും. എവിടെന്നാണെന്നറിയോ, നമ്മൾ ഈ തിയേറ്ററിൽ പോകുമ്പോൾ കാണുന്ന ഓരോ ആഡ്സ് ഇല്ലേ, ഒരു സുനിത എന്ന് പറഞ്ഞിട്ട് അതൊക്കെ ഭയങ്കര ഡിസ്ഫിഗർമെന്റ് അല്ലേ. നമ്മളത് അതിനെക്കാട്ടും നല്ല രീതിയിൽ പ്ലാസ്റ്റിക് സർജറി ചെയ്യാം. അപ്പോൾ റിസെക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവർക്ക് ഭയങ്കര ഡിസ്ഫിഗർമെന്റ് വന്നിട്ട് ഇവർ പുറത്തിറങ്ങാതെ നടക്കുന്ന ആളുകളാണ്. അതുപോലെ ഈ ബ്രസ്റ്റിന്റെ കേസസിലും സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഏറ്റവും കൂടുതൽ പേടിക്കുന്ന ഒരു ക്യാൻസറാണ് ബ്രസ്റ്റ് ക്യാൻസർ. അപ്പോൾ ഇത് ബ്രസ്റ്റിന്റെ സർജറി കഴിഞ്ഞിട്ട് റിസെക്ഷൻ കഴിഞ്ഞിട്ട് ഇവർ കുറേ നാൾ കഴിഞ്ഞിട്ടാണ് റീകൺസ്ട്രക്റ്റീവ്. ഇവർക്ക് ഇങ്ങനെ ഏതെങ്കിലും രീതിയിൽ അറിയാൻ പറ്റും. ഇപ്പോൾ എല്ലാവർക്കും അറിയത്തില്ല, ഇങ്ങനെ ഓപ്ഷൻ ഉണ്ടെന്ന് പോലും അറിയാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ ഏതെങ്കിലും രീതിയിൽ അറിഞ്ഞിട്ട് നമ്മളെ വന്ന് അപ്രോച്ച് ചെയ്യണമെങ്കിൽ ആക്ച്വലി ആ സർജറീസ് കുറച്ച് ഡിഫിക്കൽട്ടാണ്. കുറേ നാളിന് ശേഷം നമ്മൾ ഈ റീകൺസ്ട്രക്ട് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ വെസൽസും കാര്യങ്ങളും നമുക്കിപ്പോൾ ഒരു ക്യാൻസർ വന്ന് ക്യാൻസറിൽ നമ്മൾ പുറത്തു വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ ഇത്തരത്തിലുള്ള സർജറി ചെയ്യുന്നതായിരിക്കും നല്ലത്. അങ്ങനെ ചെയ്യുന്നതാണ് നല്ലത് ആക്ച്വലി. കാരണം പ്രൈമറി ആയിട്ട് റീകൺസ്ട്രക്ഷൻ, അതായത് സെയിം സിറ്റിങ്ങിൽ തന്നെ പേഷ്യൻറ്റിനെ സർജിക്കലി റിമൂവ് ചെയ്യുന്ന ക്യാൻസർ റിമൂവ് ചെയ്യുന്ന സമയത്ത് തന്നെ റീകൺസ്ട്രക്ട് ചെയ്യുന്നതാണ് പേഷ്യൻറ്റിനെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ലത്. കാരണം ആ ഒരു ഒറ്റ സർജറി കൊണ്ട് തന്നെ അവരൊരു നിയർ നോർമൽ അപ്പിയറൻസിലോട്ട് വരുന്നുണ്ട്. അല്ലാണ്ട് ഇപ്പോൾ കുറച്ച് നാൾ കഴിഞ്ഞിട്ടാകുമ്പോഴത്തേക്ക് അവർ ആ ഒരു പീരീഡിൽ അതെല്ലാം സഫർ ചെയ്തിട്ടായിരിക്കും നമ്മുടെ അടുത്ത് വരുന്നത്. പക്ഷെ ഒരു സാധാരണക്കാരന്റെ മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് ആദ്യം ക്യാൻസർ ഒക്കെ പൂർണ്ണമായിട്ട് മാറട്ടെ, അതിനുശേഷമല്ലേ ഈ കോസ്മെറ്റിക് കാര്യങ്ങൾ നോക്കേണ്ടതുള്ളൂ എന്നുള്ള ഒരു തെറ്റിദ്ധാരണ പൊതുവെ സമൂഹത്തിലുണ്ട്. ഇങ്ങനെ പലരും പറയും എനിക്കിപ്പോൾ പ്ലാസ്റ്റിക് സർജറി വേണ്ട, കാരണം ഇവരുടെ മൈൻഡിൽ പ്ലാസ്റ്റിക് സർജറി എന്ന് പറയുമ്പോഴത്തേക്ക് സൗന്ദര്യം കൂട്ടാൻ വേണ്ടിയിട്ട് മാത്രമുള്ളതാണ്. ഫങ്ഷണൽ കമ്പോണന്റ് അവരൊരിക്കലും അറിയുന്നില്ല. അപ്പോൾ അങ്ങനെ തെറ്റിദ്ധാരണയുടെ പുറത്ത് ട്രീറ്റ്മെൻറ്റ് വൈകി വരുന്ന ഒരുപാട് പേഷ്യൻസ് ഉണ്ട്. ഈ ബ്രസ്റ്റ് റീകൺസ്ട്രക്ഷൻ്റെ കാര്യം തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത്രയും കോമൺ ആണ് ബ്രസ്റ്റ് ക്യാൻസർ. പക്ഷേ എത്ര പേര് റീകൺസ്ട്രക്റ്റീവ് ഓപ്ഷൻസ് എടുക്കുന്നുണ്ട്? വളരെ കുറച്ച് ആൾക്കാർ, മീൻസ് വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ആ റീകൺസ്ട്രക്റ്റീവ് സർജറീസ് ഓപ്റ്റ് ചെയ്യാറുള്ളൂ. ഇപ്പം അവരിങ്ങനെ ഓപ്റ്റ് ചെയ്തിരുന്നാലും വീട്ടിലുള്ളവർ പറയും അത് വേണ്ട, അല്ലെങ്കിൽ ഇപ്പം നമുക്ക് ട്രീറ്റ്മെൻറ്റ് എടുത്താൽ മതി, ആവശ്യമില്ല എന്നൊക്കെ അവരോട് പറയാറുണ്ട്. പക്ഷെ ആ പേഷ്യൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അവർ ക്യാൻസർ മാറി കഴിഞ്ഞിട്ട് ഈ റീകൺസ്ട്രക്ഷൻ ചെയ്യുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഒരു ഹാപ്പിനെസ് കൊടുക്കുന്ന ഒരു പ്രൊസീജിയറാണ്. അപ്പോൾ ഒരു പെൺകുട്ടി ഇപ്പോൾ ഒരു അമ്മയാകുന്നതിന് മുൻപാണ് ഇങ്ങനെ ക്യാൻസർ വന്നു, നമ്മളിങ്ങനെ റീകൺസ്ട്രക്റ്റീവ് സർജറീസ് ഒക്കെ ചെയ്ത് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നോർമലായിട്ടുള്ള ബ്രസ്റ്റ് മിൽക്ക് കൊടുക്കാനും ബ്രസ്റ്റ് ഫീഡ് ചെയ്യാനും ഒക്കെ പറ്റുമോ? ഇപ്പോൾ അത് ഡിപ്പെൻഡിങ് ഓൺ ഹൗ മച്ച് ബ്രസ്റ്റ് ഈസ് റിമൂവ്ഡ് എന്നാണ്. ഇപ്പോൾ ക്യാൻസർ വന്നിട്ട് ഒരു ബ്രസ്റ്റിൻ്റെ കംപ്ലീറ്റ് ഹോൾ ബ്രസ്റ്റാണ് റിമൂവ് ചെയ്യുന്നതെങ്കിൽ ഒരിക്കലും ബ്രസ്റ്റ് ഫീഡിങ് പറ്റാറില്ല. പക്ഷേ പാർട്ട്, ഇപ്പം പല ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻറ്റ് പല രീതിയിലാണല്ലോ പോകുന്നത്. ഒരു പാർട്ട്, ബ്രസ്റ്റിൻ്റെ ഒരു പാർട്ടാണ് മാറ്റുന്നുണ്ടെങ്കിൽ ഒരു ചാൻസ് ഉണ്ട് ആക്ച്വലി റീകൺസ്ട്രക്റ്റീവ് സർജറിക്ക് ശേഷം ഈ ലാക്ടേഷൻ. അതായത് നമ്മൾ നേരത്തെ അറിയുന്ന അനുസരിച്ചാണോ? അതായത് ഇപ്പോൾ നമുക്ക് ക്യാൻസർ വന്ന് ഭയങ്കരമായിട്ട് സ്പ്രെഡ് ആവുന്നതിന് മുൻപേ നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാണോ അത്? അതെ. ഇപ്പം നമ്മുടെ എല്ലാ ക്യാൻസറും ഒരു സ്റ്റേജ് അനുസരിച്ചിട്ടാണ് അതിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ് ഡിസൈഡ് ചെയ്യുന്നത്. എത്രത്തോളം നമുക്ക് ക്യാൻസർ എഫക്റ്റ് ചെയ്തിരിക്കുന്ന പാർട്ട് റിമൂവ് ചെയ്യുന്നതൊക്കെ ഓരോ സ്റ്റേജ് അനുസരിച്ചിട്ടൊക്കെയാണ് അതിൻ്റെ ഒരു പ്ലാൻ വരുന്നത്. ഇപ്പോൾ ഏത് സ്റ്റേജിലാണെങ്കിലും, ഇപ്പോൾ ചെറിയ സ്റ്റേജിലാണെങ്കിലും വലിയ സ്റ്റേജിലാണ്, ഇപ്പം ചെറുതായിട്ട് റിസെക്റ്റ് ചെയ്തിരുന്നാലും വലിയ ഹോൾ ബ്രസ്റ്റ് റിസെക്റ്റ് ചെയ്തിരുന്നാലും നമുക്കതിന് റീകൺസ്ട്രക്റ്റീവ് ഓപ്ഷൻസ് ഉണ്ട്. അത് നമ്മൾ പേഷ്യൻസിന് പറഞ്ഞു കൊടുക്കാറുണ്ട്, നമ്മളടുത്ത് വരുവാണെങ്കിൽ ഓപ്റ്റ് ചെയ്യുവാണെങ്കിൽ. മനസ്സിലായി ഡോക്ടറെ. നമുക്കിപ്പോൾ ഈ പ്ലാസ്റ്റിക് സർജറി എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ ഒരു കൈവിരലേറ്റ് പോയാലും നമുക്ക് പ്ലാസ്റ്റിക് സർജറി ചെയ്യാം എന്ന് പറഞ്ഞു. ഈ കൈവിരലേ നമ്മുടെ കയ്യിൽ ഇല്ലാതെ പോയി, നമുക്ക് അങ്ങനെയുള്ളൊരു അവസ്ഥയിൽ വരുമ്പോൾ പകരം ഒരു വിരൽ വെക്കാനായിട്ടുള്ള ഒരു ഓപ്ഷൻ നമുക്കുണ്ടോ? അങ്ങനെയുള്ള അവസ്ഥ വരുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത് അതെങ്ങനെയും അത് ഹീലാക്കുക എന്നുള്ളതാണ്. പിന്നെ മുറിവിനെ ഹീലാക്കിയതിന് ആ സ്റ്റമ്പിനെ നമുക്ക് കുറച്ചും കൂടെ ലെങ്ത് കൂട്ടാം. അതൊന്നെങ്കിൽ നമുക്ക് മൈക്രോവാസ്കുലർ പ്രൊസീജിയർ വെച്ചിട്ട് നമുക്ക് നമ്മുടെ ടോയിലെ ഏതെങ്കിലും ഒരു
ഒരു ടോ എടുത്തിട്ട് നമുക്കത് ട്രാൻസ്ഫർ ചെയ്യാം. ടോ ട്രാൻസ്ഫർ എന്ന് അതിന് പറയുന്ന പ്രൊസീജിയർ. അപ്പൊ ആ വിരല് പോവില്ലേ? ഏതെങ്കിലും എവിടെന്നെങ്കിലും ഒരു വിരൽ വേണമല്ലോ, നമുക്ക് നമ്മുടെ ബോഡിയിൽ നിന്നല്ലേ എടുക്കാൻ പറ്റത്തുള്ളൂ. അല്ല, ഇൻ കേസ് നിങ്ങൾക്കാണെങ്കിൽ അത് ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ നമുക്ക് ആ വിരലിന്റെ ലെങ്ത് കൂട്ടാൻ വേണ്ടിയിട്ട് ഇത് ഓസ്റ്റിയോപ്ലാസ്റ്റിക് പ്രൊസീജിയേഴ്സ് ഒക്കെ ഉണ്ട്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ പക്ഷേ അതിനൊന്നും വലിയ ഫങ്ഷണൽ അപ്പിയറൻസ് ഇല്ല, ചുമ്മാ ജസ്റ്റ് നമുക്ക് കോസ്മെറ്റിക് ആയിട്ട് ഇങ്ങനെ നീളത്തിൽ ഒരു വിരൽ ഉണ്ടാക്കി കൊടുക്കാം. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബോൺ ഗ്രാഫ്റ്റ് വെച്ച് അതിന്റെ ലെങ്ത് കൂട്ടിയതിന് ശേഷം നമ്മൾ ഒന്നെങ്കിൽ ഇടുപ്പിൽ നിന്നോ അല്ലെങ്കിൽ കക്ഷത്തിന്റെ അടിയിൽ നിന്ന് ഫ്ലാപ്പ് വെച്ച് സിലിണ്ടറിക്കൽ ഒരു ഫ്ലാപ്പ് ഉണ്ടാക്കി അത് പിന്നെ ഒരു 2 വീക്സ് 3 വീക്സ് കഴിയുമ്പോൾ ഡിവൈഡ് ചെയ്തതിന് ശേഷം അതൊരു റൗണ്ടഡ് വിരലിലെ ഇത് കൊടുക്കാം. പക്ഷെ അതിനൊന്നും ഫംഗ്ഷണൽ ഇതില്ല. ഈ ടോ ട്രാൻസ്ഫറിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ വി ക്യാൻ ഗിവ് ഫംഗ്ഷൻ ഓൾസോ. ഫംഗ്ഷൻ എന്ന് വെച്ചാൽ നിയർ നോർമൽ ഫംഗ്ഷൻ. പ്രത്യേകിച്ച് ടോ ട്രാൻസ്ഫർ നമ്മളെ തമ്പ് പോയാലും ആ ഒരു മൂവ്മെന്റ് നമുക്ക് വേറെ ഒരു വിരൽ കൊണ്ട് വെച്ചാൽ മാത്രമേ നമുക്ക് ആ ഒരു മൂവ്മെന്റ് കിട്ടത്തുള്ളൂ. പക്ഷെ അതിപ്പോ ഇപ്പൊ നമ്മുടെ കയ്യിലും കാലിലും ഒക്കെ വിരലുകൾ പല തരത്തിലുള്ളതല്ലേ? ഈ വിരലിൽ പോയി എന്ന് പറഞ്ഞാൽ എനിക്ക് വേറെ ടോ ട്രാൻസ്ഫർ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ സെക്കൻഡോ ആയിരിക്കും, സെക്കൻഡോ തേർഡോ ഒക്കെ നമ്മളെ ഫങ്ഷണൽ ലെങ്തിന് നമ്മൾ ഹാർവെസ്റ്റ് ചെയ്തിട്ട് നമുക്കൊരു പേന പിടിക്കാനോ അല്ലെങ്കിൽ ഒരു ടൂള് പിടിക്കാൻ വേണ്ടിയുള്ള രീതിയിൽ ഇത് എല്ലാം ചെയ്യുന്നത് പേഷ്യന്റിന്റെ നോർമൽ ലൈഫിലോ ലീഡ് ചെയ്യാൻ അവനെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇപ്പം ഈവൻ ചിൽഡ്രൻ, അപ്പോൾ ഒരു ജന്മന ഉണ്ടാകുന്ന വൈകല്യമാണ് തമ്പ് അപ്ലൈസ് എന്ന് പറയുന്നത്. തമ്പ് കംപ്ലീറ്റ് ആയിട്ട് പോകുന്നു. അവർക്കൊക്കെ ലേറ്റർ ഓൺ ഇത് തമ്പ് കംപ്ലീറ്റ് ആയിട്ട് ഡെവലപ്പ് ആവാത്ത രീതിയിൽ അവർക്ക് ചെയ്യുന്ന പല പ്രൊസീജിയേഴ്സ് ഉണ്ട്. ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഇതുണ്ടല്ലോ, നമ്മുടെ ഇൻഡെക്സ് ഫിംഗർ തമ്പിന്റെ ഭാഗത്തോട്ട് വെച്ച് കൊടുക്കാം. അതിന് പോളിസൈസേഷൻ എന്ന് പറയും. അത് നമുക്ക് പേഷ്യൻ്റ് ആണെങ്കിൽ അപ്പോൾ അങ്ങനെ പിടിച്ച് നമുക്ക് എഴുതുകയും കഴിയുകയും ചെയ്യാം. അല്ല, അവൻ കുറച്ചും കൂടെ ഒരു പ്രായം ആവുന്ന സമയത്ത് ഇവന് ടോ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ തമ്പ് കിട്ടുകയും ചെയ്യും. അവന് പിടിച്ചു വരയ്ക്കാൻ അത് അവിടെ കോസ്മെറ്റിക് ഇതില്ല, അവിടെ ഫംഗ്ഷന് വേണ്ടിയിട്ടാണ് നമ്മളിത് കൊടുക്കുന്നത്. അതാണ് ബേസിക്കലി നമ്മൾ പ്ലാസ്റ്റിക് സർജറി എന്ന് പറഞ്ഞാൽ ഫംഗ്ഷണൽ ആയിട്ടുള്ള അപ്രോച്ചാണ് കൂടുതലും ഉള്ളത് ഈ റീകൺസ്ട്രക്റ്റീവിൽ. പ്ലാസ്റ്റിക് സർജറി കൊണ്ട് ഒരാളെ അടിമുടി മാറ്റാൻ പറ്റുമോ ശരിക്കും? അങ്ങനത്തെ ഒരു ചിന്ത ഉള്ളത് കൊണ്ട് അങ്ങനെ മാറ്റാൻ പറ്റില്ല. നമുക്ക് അടിമുടി അങ്ങനെ മാറ്റാൻ പറ്റില്ല. അതായത് നമ്മളിപ്പോ ചില പൃഥ്വിരാജിനെ നമുക്ക് കുഞ്ചാക്കോബനാക്കാന്നുള്ളതാണോ ഉദ്ദേശിക്കുന്നത്? സുരേഷ് ഗോപി ആക്കാന്നുള്ളതാണോ? അങ്ങനെ ഒരിക്കലും പറ്റത്തില്ല. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കലി നമ്മളെ ഒരാളുടെ ബെസ്റ്റ് ഫീച്ചേഴ്സ് എൻഹാൻസ് ചെയ്ത് കൊണ്ടുവരാനേ പറ്റും. കംപ്ലീറ്റ്ലി ഒരു വേറൊരു പേഴ്സണെ പോലെ ആക്കാനൊന്നും പറ്റത്തില്ല. ഇപ്പൊ നമ്മളെ പഠിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ വർഷങ്ങളോളം പഠിക്കുമ്പോൾ കുറച്ച് സ്റ്റാൻഡേർഡ്സ് ഇങ്ങനെ പഠിക്കും. ഇതാണ് നമ്മളെ ഫേസിന്റെ ഇങ്ങനെ ഐഡിയൽ മെഷർമെന്റ്, ഇതാണ് നമ്മൾ ചിൻ ഇങ്ങനെ ഇരുന്നാൽ ഇങ്ങനെ ആകും. പക്ഷെ ഈ പറയുന്നത് പോലും ഇപ്പം ഒരാൾക്ക് സ്യൂട്ടാവുന്നത് മറ്റൊരാൾക്ക് സ്യൂട്ടാവണമെന്നില്ല. പിന്നെ ബ്യൂട്ടി എപ്പോഴും നോക്കുന്ന ആളുടെ കണ്ണിലെന്ന് പറയുന്നത് കണക്കാണ്. ഇപ്പം ആയിട്ട് നമ്മൾ നല്ല രീതിയിൽ ഡിസ്കസ് ചെയ്യും എന്താണ് അവർക്ക് വേണ്ടത്. അല്ലെങ്കിൽ ഇപ്പോൾ കോസ്മെറ്റിക് സർജറി ചോദിച്ചു വരുന്ന പേഷ്യൻസ് പലപ്പോഴും പറയുന്നത് എൻ്റെ മുഖം എപ്പോഴും വിഷമിച്ചിരിക്കുന്നതായിട്ട് എല്ലാവരും പറയാറുണ്ട്. പക്ഷേ ഞാൻ വിഷമിച്ചല്ല ഇരിക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ എപ്പോഴും ആംഗ്രി ലുക്കിംഗ് ആയിട്ട് ഇരിക്കുന്നതായിട്ട് പറയാറുണ്ട്. പക്ഷേ ഞാൻ അങ്ങനെയല്ല. അപ്പം ഇങ്ങനെയുള്ള ചില കാര്യങ്ങളായിരിക്കും, ഫീച്ചേഴ്സ് ആണ് അവർ പറയുന്നത്. അപ്പം അത് നമുക്ക് മാറ്റി കൊടുക്കാൻ പറ്റും. പൊതുവായ വേറൊരു തെറ്റിദ്ധാരണയുണ്ട്, ഇപ്പം ലൈപ്പോസെക്ഷൻ ചെയ്ത് നമുക്ക് വെയിറ്റ് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. ആക്ച്വലി ലൈപ്പോസെക്ഷൻ ചെയ്ത് നമുക്ക് വെയിറ്റ് കുറയ്ക്കാനൊന്നും പറ്റത്തില്ല. നമുക്ക് ബോഡി കോൺട്രോൾ ചെയ്ത് നമ്മളൊരു സേഫ് ലിമിറ്റിലാണ് നമ്മൾ ഫാറ്റ് എടുക്കുന്നത്. നമുക്ക് സേഫ്റ്റി ഉണ്ട്, അതേ ഉള്ളൂ. അപ്പൊ നമ്മളിപ്പോ ചില സിനിമാ താരങ്ങൾ, പ്രത്യേകിച്ച് സിനിമാ നടിമാർ, അവരൊക്കെ നമ്മള് ഓവർ ദി ഇയേഴ്സ് കണ്ടുവരുമ്പോഴത്തേക്ക് അവർ ഭയങ്കരമായിട്ട് ചില കുറച്ച് വണ്ണമുള്ള ആൾക്കാരായിരിക്കും. ലൈപ്പോസെക്ഷൻ നമുക്ക് ബോഡി കോൺട്രിങ് പ്രൊസീജിയർ എന്നാണല്ലോ പറയുന്നത്. അപ്പം നല്ല ഒരു ഐഡിയൽ വെയിറ്റിലുള്ള പേഷ്യൻസിനാണ് നമ്മൾ ലൈപ്പോസെക്ഷൻ ചെയ്യാൻ പാടുള്ളത്. കാരണം അല്ലെങ്കിൽ നമുക്കത് ചെയ്തതുകൊണ്ട് വലിയ വ്യത്യാസം അവർക്ക് വരില്ല. ഇപ്പോൾ ഈ പറഞ്ഞ സെലിബ്രിറ്റീസ് അവർ നല്ല പ്രോപ്പർ ഡയറ്റും എക്സസൈസും ഒക്കെ ചെയ്തിട്ട് പിന്നെ ചെറിയ പോക്കറ്റ്സ് ഓഫ് സ്റ്റബേൺ ഫാറ്റ് അവർ ലൈപ്പോസെക്ഷൻ ചെയ്യുന്നതുകൊണ്ടാണ് അവർക്ക് അത്രയും നല്ലൊരു റിസൾട്ട് കിട്ടുന്നത്. അല്ലാണ്ട് ലൈപ്പോസെക്ഷൻ ഒരിക്കലും ഒരു വെയിറ്റ് റിഡക്ഷൻ ഷോർട്ട് കട്ട് അല്ല. 140 കിലോ ഉള്ള ആൾക്ക് വെയിറ്റ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലാസ്റ്റിക് സർജറി ഒരിക്കലും പോകരുതെന്ന് ഞാൻ പറയത്തുള്ളൂ. അത് ശരി. പക്ഷെ എല്ലാവരും നമ്മൾ ആദ്യം പറയുന്നത്, ഇപ്പൊ ഞാൻ തന്നെ എന്റെ പരിമിതമായ അറിവുകളിൽ ഇങ്ങനെ പ്രഗ്നൻസി കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈപ്പോസെക്ഷൻ ചെയ്യണം, വണ്ണം മുഴുവൻ ഇവിടെ അവിടെ പ്രഗ്നൻസി കഴിഞ്ഞിട്ട് നമുക്ക് വെയിറ്റ് വെക്കുന്ന വെയിറ്റ് നമ്മൾ റെഡ്യൂസ് ചെയ്യുക. പക്ഷെ നമ്മൾ എത്ര വെയിറ്റ് റെഡ്യൂസ് ചെയ്തിരുന്നാലും, നമ്മൾ എത്ര ജിമ്മിൽ വർക്കൗട്ട് ചെയ്തിരുന്നാലും, ചിലപ്പോൾ നമ്മൾ പ്രഗ്നൻസി കഴിഞ്ഞിട്ട് നമ്മളെ വയറിൽ 2 മസിലുണ്ട്, ഇങ്ങനെ റെക്ടസ് എന്ന് പറഞ്ഞിട്ട് മസിലുണ്ട്. അപ്പോൾ നമുക്കിങ്ങനെ പ്രഗ്നൻസിയുടെ സമയത്ത് ഈ ബേബി വന്നിട്ട് ഇങ്ങനെ മിഡ് ലൈനിൽ ഇരിക്കുന്ന മസിൽ
കുറച്ച് ഇങ്ങനെ സ്ട്രെച്ചായി അകലും. അപ്പം ഇത് നമുക്ക് ഡയറ്റ് ചെയ്തതുകൊണ്ടോ വർക്കൗട്ട് ചെയ്തതുകൊണ്ടോ മിഡ് ലൈനിലോട്ട് കൊണ്ടുവരാൻ പറ്റത്തില്ല. അപ്പം ഇത് ചെയ്യാനായിട്ട് നമ്മൾ അബ്ഡോമിനോപ്ലാസ്റ്റി തന്നെ ചെയ്യണം. പിന്നെ നമ്മൾ ഡയറ്റ് ചെയ്തിട്ട് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഫാറ്റ് പോക്കറ്റ്സ് നമ്മൾ ലൈപ്പോസെക്ഷൻ കൊണ്ട് കോൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നല്ല റിസൾട്ട്സ് യൂഷ്വലി കിട്ടും. പക്ഷേ എന്ന് വെച്ചിട്ട് നമ്മൾ ഇത്രയും വെയിറ്റ് കൂടിയ ഒരാൾക്ക് ഈ പറഞ്ഞ പ്രൊസീജിയേഴ്സ് ചെയ്യാം. പക്ഷേ അവർ ആ ഒരു കംപ്ലീറ്റ്ലി അവർ ഉദ്ദേശിക്കുന്ന രീതിയിലൊരു ട്രാൻസ്ഫോർമേഷൻ അവർക്ക് വരില്ല. അവിടെയാണ് ഈ പറഞ്ഞ പോലെ പേഷ്യന്റ് ചൂടാവുകയും അങ്ങനെയുള്ളതൊക്കെ വരുന്നത്. അവർ എക്സ്പെക്ടേഷൻ ആ ഒരു അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള എക്സ്പെക്ടേഷനാണ്. ഞാൻ പറഞ്ഞില്ലേ 140 കിലോ ഉള്ള ആളെ പിടിച്ചിട്ട് നമ്മൾ ലൈപ്പോസക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ മാക്സിമം പോയി കഴിഞ്ഞാൽ 5-6 ലിറ്റർ ഫാറ്റ് നമുക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ. അല്ല അതിൽ കൂടുതൽ എടുത്തു കഴിഞ്ഞാലും ഒരു ലിമിറ്റ് അത് എടുക്കാൻ പറ്റുന്ന സേഫ് ലിമിറ്റ് ഓഫ് ഫാറ്റിന്റെ ഒരു പെർസെന്റേജ് ഉണ്ട്. അപ്പൊ അതിന് താഴെയാണ് നമ്മൾ എപ്പോഴും എടുക്കുന്നത്. ഒരു സേഫ്റ്റി പ്രിക്കോഷൻസ് വെച്ചിട്ടാണ് ഫാറ്റ് എടുക്കുന്നത്. അപ്പം ഒരു 140 കിലോ ഉള്ള ഒരാളുടെ അടുത്ത് നമുക്ക് അത്ര ഫാറ്റ് എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പം ഓവറോൾ അയാൾക്കൊരു ചേഞ്ച് അങ്ങനെ വരില്ല. വൺസ് ഈ വെയിറ്റ് റെഡ്യൂസ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ദേ വിൽ ഹാവ് ലൂസ് സ്കിൻസ്. പെട്ടെന്ന് വെയിറ്റ് റെഡ്യൂസ് ചെയ്തൊക്കെ അപ്പോൾ അവർക്ക് ലൂസ് സ്കിൻ ഉണ്ടാകുമ്പോൾ അപ്പോഴാണ് പ്ലാസ്റ്റിക് സർജൻ വരുന്നത്. കാരണം എന്താ, ദേ വിൽ റിമൂവ് ദ സ്കിൻ, ടൈറ്റൻ ദ ബോഡി. അപ്പോൾ ആ തൂങ്ങിക്കിടക്കുന്ന എല്ലാം അങ്ങ് മാറിക്കഴിയുമ്പോൾ ദേ വിൽ ഹാവ് എ ഫ്ലാറ്റ് ബോഡി. പ്രഗ്നൻസി കഴിഞ്ഞിട്ട് എല്ലാവരും മമ്മി മേക്ക് ഓവർ എന്നൊരു ടേം കേട്ടിട്ടുണ്ടല്ലോ. ഇപ്പോൾ പ്രഗ്നൻസി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഒരുപാട് ചേഞ്ചസ് വരും. ഇപ്പോൾ ചിലർക്കാണെങ്കിൽ വണ്ണം കൂടിയിട്ട് ബ്രസ്റ്റിൻ്റെ സൈസ് ഒരുപാട് കൂടും. അല്ലെങ്കിൽ ചിലർക്ക് നഴ്സിംഗ് എല്ലാം കഴിയുമ്പോഴത്തേക്ക് ഡീഫ്ലേറ്റഡ് ആയിട്ട് ബ്രസ്റ്റിൻ്റെ സൈസ് കുറയും. പിന്നെ ഇതല്ലാണ്ട് നമ്മൾ എക്സ്റ്റേണൽ ജെനൈറ്റേലിയ അതിനും ചേഞ്ചസ് വരും. ഇതല്ലെങ്കിൽ വണ്ണം കൂടിയിട്ട് നമുക്ക് കയ്യിൽ എക്സസ് സ്കിന്ന് വരും, തൈസിൽ എക്സസ് സ്കിന്ന് വരും. അപ്പോൾ ഇത് നമ്മൾ വെയിറ്റ് റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാലും അതെ നമുക്ക് വെയിറ്റ് റെഡ്യൂസ് ചെയ്തിരുന്നാലും ഈ സ്കിൻ ലാക്സിറ്റി നമുക്ക് മാറില്ല. അപ്പം നമുക്ക് ഇങ്ങനെയുള്ള പ്രൊസീജിയേഴ്സ് കൺസിഡർ ചെയ്യാം. ആവശ്യമുള്ളവർക്ക് ഇങ്ങനെ ചോദിച്ചിരുന്നവർക്ക് ഇങ്ങനെ ഓപ്ഷൻസ് ഉണ്ട്. അപ്പം അതിനെ ഒരു കോമൺലി എല്ലാം കൂടെ പറയുന്ന ഒരു ടേമാണ് ഈ മമ്മി മേക്ക് ഓവർ. പക്ഷെ ഇതൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇപ്പൊ ചെവി ഇല്ലാതെ വരാന്ന് പറഞ്ഞാൽ ചെവിയുടെ ആ പേർപ്പസ് എല്ലാം സെർവ് ചെയ്യൂ. അവർക്ക് എക്സ്റ്റേണൽ ഓഡിറ്ററി കനാലൊക്കെ ഉണ്ടെങ്കിൽ അത് സെർവ് ചെയ്യും. കാരണം നമ്മൾ ആ ഒരു ഇതിൽ മെയിൻ നമ്മൾ ചെവി ഉണ്ടാക്കി കൊടുക്കുക പറഞ്ഞാൽ നമ്മൾ ഈ എക്സ്റ്റേണൽ ഇയർ ആണ് നമ്മൾ ചെവി ഉണ്ടാക്കി കൊടുക്കുന്നതെന്ന് പറയുന്നത്. അപ്പോൾ ചില കുട്ടികൾക്ക് അത് മതിയെന്ന് പറയും. ഇന്റേണൽ ഇയർ അല്ല എക്സ്റ്റേണൽ ഇതുണ്ടല്ലോ നമ്മുടെ ഇത് അകത്തോട്ടുള്ള പിന്നെ അല്ല നമ്മുടെ എക്സ്റ്റേണൽ ഓഡിറ്ററി കനാലുണ്ട്. അതില്ലാത്തവർക്കും ചെറുതായിട്ട് നമ്മൾ ഹോൾ ഉണ്ടാക്കി കൊടുക്കും. പക്ഷെ വർക്കിംഗ് ഉള്ളത് ബുദ്ധിമുട്ടാണ്. കുറെ പേര് വരുന്നതും അതും ഒരു കോസ്മെറ്റിക് അപ്പിയറൻസിന് വേണ്ടി തന്നെ ആണ്. പക്ഷെ നമ്മളിപ്പോ വിരലില്ലെങ്കിൽ വിരൽ ഇവിടെ നിന്ന് എടുത്ത് വെക്കുമെന്ന് പറയണ പോലെ ചെവി എവിടെ നിന്ന് എടുത്ത് വെക്കും? അല്ല, നമ്മളത് റിബാണ് എടുക്കുന്നത്. ചെസ്റ്റിൽ നിന്നുള്ള റിബാണ് എടുക്കുന്നത്. നമ്മുടെ റിബ്സിന്റെ കാർട്ടിലേജ് അതിന്റെ കാർട്ടിലേജ് എടുത്തിട്ട് നമ്മളത് ഷേവ് ചെയ്ത് നമ്മളത് അവിടെയാണ് പ്ലാസ്റ്റിക് സർജറി എന്ന് പറയുന്ന ആർട്ടിസ്റ്റ് ഉണ്ടാവുന്നത്. കാരണം നമ്മളത് ഷേവ് ഓഫ് ചെയ്ത് ഇയറിന്റെ നമ്മുടെ ഈ കാർട്ടിലേജ് ആണിത്, അതിന്റെ ഷേപ്പിൽ നമ്മളത് കാർവ് ചെയ്ത് എടുത്തതിന് ശേഷം നമ്മളത് സ്കിന്നിന്റെ അടിയിൽ വെക്കും. ദെൻ 3 weeks ലേറ്റർ നമ്മളത് ഡിവൈഡ് ചെയ്ത് അത് ഇങ്ങനെ നമ്മുടെ വെളിയിലോട്ട് തള്ളി നിൽക്കുന്ന രീതിയിൽ ഡിവൈഡ് ചെയ്ത് സ്റ്റേജ് പ്രൊസീജിയർ സ്റ്റേജ് ആയിട്ട് നമ്മൾ ചെവിയുടെ അപ്പിയറൻസിൽ ഫുൾ ആയിട്ട് അത് കൊണ്ടുവരും. അപ്പോൾ സത്യം പറഞ്ഞാൽ പ്ലാസ്റ്റിക് സർജൻ ഒരു ആർട്ടിസ്റ്റ് കൂടെ ആയിരിക്കേണ്ടതുണ്ട് എന്നുള്ളതാണോ? തീർച്ചയായിട്ടും ആർട്ടിസ്റ്റ് ആവണം നമ്മൾ. കാരണം പലരും കാണാത്ത രീതിയിലാണ് ഇത് ട്രീറ്റ്മെന്റ് നമ്മൾ ചെയ്യുന്നത്. പലരും ഇപ്പം പ്ലാസ്റ്റിക് സർജറി എപ്പോഴും പറയും ബാലൻസ് ബിറ്റ്വീൻ ആർട്ട് ആൻഡ് വാസ്കുലാരിറ്റി എന്ന് പറയും. വാസ്കുലാരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ടിഷ്യൂവിന്റെ സർവൈവൽ, ടിഷ്യൂവിന്റെ രക്തയോട്ടം പ്ലസ് ആർട്ട്. എപ്പോഴും അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നതും ആണ്. അല്ല, അപ്പോൾ ഞാൻ ഔട്ട് ഓഫ് ദി കോണ്ടെക്സ്റ്റ് ആണ്. എന്നാലും ഇപ്പോൾ എനിക്കങ്ങനെ ഒരു ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള ഒരു കഴിവില്ലാത്ത ഒരാൾക്ക് പ്ലാസ്റ്റിക് സർജൻ ആകാൻ പറ്റുമോ? അങ്ങനെയല്ല, നമ്മള് ഇയേഴ്സ് പഠിക്കുവാണല്ലോ. നമ്മളിങ്ങനെ പഠിക്കുമ്പോൾ അതിൽ ഇങ്ങനെ പല കാര്യങ്ങളും ആ രീതിയിൽ നമ്മളെ ട്രെയിനിങ് എടുത്തിട്ടാണ് നമ്മള് ഇതിപ്പം നമ്മൾ പടം വരയ്ക്കണമെന്നല്ല ഉദ്ദേശിക്കുന്നത്. എന്റെ അറിവില് എല്ലാ പ്ലാസ്റ്റിക് സർജൻസും ഭയങ്കര ആർട്ടിസ്റ്റാണ്. നിങ്ങൾ ഫോഴ്സ്ഫുള്ളി അങ്ങനെ ആയി മാറുന്നുണ്ടെന്ന് തോന്നുന്നല്ലേ? മേ ബി ആയിരിക്കും. നമ്മളിങ്ങനെ ഡെയിലി ഇങ്ങനെ ഓരോ ആർട്ട് ചെയ്ത് തിയേറ്ററിൽ ഓരോ ആർട്ട് ചെയ്ത് ആർട്ടിസ്റ്റ് ആവും. ഈ പറഞ്ഞ പോലെ ബ്രസ്റ്റ് റീകൺസ്ട്രക്ഷൻ ചെയ്യുന്നവർക്ക് അപ്പുറത്തെ ബ്രസ്റ്റിന്റെ സെയിം സൈസിൽ നമ്മൾ അത് ഉണ്ടാക്കി കൊടുക്കണമെങ്കിൽ അത് ആർട്ടിസ്റ്റിനെ കൊണ്ടേ പറ്റത്തുള്ളൂ. ഒരു സ്കൾപ്റ്റർ ക്യാൻസർ കഴിഞ്ഞിട്ട് റീകൺസ്ട്രക്ട് ചെയ്യുമ്പോഴത്തേക്ക് ഓരോ മനുഷ്യന്മാരുടെ ഫേസിന്റെ ഷേപ്പും ഡിഫറെന്റ് ആണ്.
ക്യാൻസർ വന്നത് ഭയങ്കരമായിട്ട് മാറിപ്പോവും. അപ്പം നമ്മളിവരെ കാണുന്നില്ല. ഇവരെ ക്യാൻസർ വന്നതിന് ശേഷമാണ് നമ്മൾ ആ സൈഡ് കാണുന്നത്. അപ്പോൾ പലപ്പോഴും നമ്മൾ അവരെ ആ ഒരു ആർട്ടിസ്റ്റിക് സ്കില്ല് കൊണ്ടാണ് ഈ റീകൺസ്ട്രക്ഷൻ ചെയ്തു കൊടുക്കുന്നത്. ഇപ്പോൾ സാധാരണ ഒരു മുറിവ് തുന്നുന്നത് പോലും ഒരു പ്ലാസ്റ്റിക് സർജൻ തുന്നുന്നതും സാധാരണ ഒരു സർജൻ തുന്നുന്നതും ഭയങ്കര ഡിഫറൻസ് ആണ്. ഈ ചിലരുടെ മുറിവുകൾ ഉണങ്ങുന്നില്ല, ഇങ്ങനെ ഉണങ്ങാതിരുന്ന് കുറെ കാലം കൊണ്ടുപോകുന്നു, ഇത് ആരെ കാണിക്കണം എന്നറിയില്ല എന്നൊക്കെ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് പ്ലാസ്റ്റിക് സർജന്റെ അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ രക്ഷയുണ്ടോ? ഇത് നമ്മൾ ആക്ച്വലി നമ്മൾ ഇപ്പൊ വൂണ്ട് ഉണങ്ങാതെ നിൽക്കുന്നത് അതിന്റെ കാരണം എന്താണെന്നും കൂടെ അറിയണം. ചിലർക്കാണെങ്കിൽ ഡയബറ്റീസ് കാരണമായിരിക്കാം, ചിലർക്കല്ലാതെ എന്തോ വെരിക്കോസ് വെയിൻ കാരണമായിരിക്കാം. അപ്പോൾ ഒന്നാമത്തെ കാര്യം അത് ആദ്യം ട്രീറ്റ് ചെയ്യണം, ഡയബറ്റിക് മാനേജ്മെന്റ് ചെയ്യണം, അതിന്റെ കൂട്ടത്തിൽ വെരിക്കോസ് വെയിൻ്റെ മാനേജ്മെന്റ് ചെയ്യണം. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ വൂണ്ട് മാനേജ്മെന്റ് വരുന്നത്. വൂണ്ട് മാനേജ്മെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ നോക്കുമ്പോൾ ആ മുറിവ് എന്താ ക്രോണിക് വൂണ്ടാണോ അക്യൂട്ട് വൂണ്ടാണോ. അക്യൂട്ട് വൂണ്ടെന്നും ക്രോണിക് വൂണ്ടെന്നും പറഞ്ഞു കഴിഞ്ഞാൽ പുതിയതായിട്ടുണ്ടായ മുറിവാണോ അതോ കുറേ നാളായിട്ട് നിൽക്കുന്ന മുറിവാണോ എന്നുള്ളത് നോക്കണം. അതിൽ ഇൻഫെക്ഷൻ ഉണ്ടോ എന്നുള്ളത് നോക്കണം, അതിൽ ബോണിന് ഇൻഫെക്ഷൻ ഉണ്ടോ എന്നുള്ളത് നോക്കണം. അതെല്ലാം നമ്മൾ റിമൂവ് ചെയ്ത് ക്ലീൻ ചെയ്യണം ഫസ്റ്റ്. എന്നിട്ട് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നെഗറ്റീവ് പ്രഷർ വൂണ്ട് തെറാപ്പി എന്ന് പറയുന്ന പ്രൊസീജിയറൊക്കെയാണ്. അതെന്ന് വെച്ചാൽ വാക് തെറാപ്പി എന്ന് പറയും. അതെന്ന് വെച്ചാൽ കണ്ടിന്യൂസ് സക്ഷൻ ചെയ്തെടുക്കുക. ഇത് നമ്മളാണെങ്കിൽ ഒരു ഡ്രസ്സിംഗ് പോലെയാണ്. അത് കണ്ടിന്യൂസ് 24/7 അത് സക്ഷൻ ചെയ്തുകൊണ്ടിരിക്കുക. അത് കൂടാതെ ആ സക്ഷൻ ചെയ്യുന്ന കൂട്ടത്തിൽ അത് ഇൻഫെക്ഷൻ കുറയ്ക്കുന്നു. അത് അതിൻ്റെ കൂട്ടത്തിൽ മാംസം കൂടെ കയറി വരാൻ അത് സഹായിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ക്ലീൻ എൻവയൺമെന്റ് നമ്മൾ വൂണ്ടിൽ ഉണ്ടാക്കി അതൊരു പുതിയ മുറിവ് പോലെ ആക്കണം. എന്നാലേ പ്ലാസ്റ്റിക് സർജറി അതൊരു മുറിവ് ഉണക്കാനുള്ള ഒരു മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അത് മുറിവ് ഉണക്കാനാണെങ്കിൽ നമുക്ക് സ്കിൻ ഗ്രാഫ്റ്റ് ആവാം, അല്ലെങ്കിൽ നമുക്ക് ഫ്രീ ഫ്ലാപ്പ് ചെയ്യാം. അത് ഡിപ്പെൻഡിങ് ഓൺ ദി ബ്ലഡ് സപ്ലൈ. ഇപ്പൊ പേഷ്യന്റ് ബ്ലഡ് സപ്ലൈ ഒന്നും ഇല്ല എങ്കിൽ, അതായത് നമ്മളിപ്പോ കാലിലോട്ട് രക്തയോട്ടം ഒന്നും ഇല്ല, ഈ ഡയബറ്റിക്കാർക്കുള്ള മെയിൻ പ്രശ്നം അതാ. ഡയബറ്റിക്കാർക്ക് എന്തോ രക്തയോട്ടമൊക്കെ വളരെ കുറവാണ്. അപ്പം നമ്മൾ വേറെ ഡിപ്പാർട്ട്മെന്റിനെ കൂടി ഇൻവോൾവ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതൊരു മൾട്ടി ഡിസിപ്ലിനറി ഇതായിട്ടാണ് പോകേണ്ടത്, ട്രീറ്റ്മെന്റ് ആയിട്ടാണ് പോകേണ്ടത്. അതായത് മൾട്ടിപ്പിൾ ഡിപ്പാർട്ട്മെന്റുമായിട്ട് ഇൻവോൾവ് ചെയ്യണം. ഇപ്പം കാർഡിയോവാസ്കുലർ സിസ്റ്റത്തിൽ കാർഡിയോവാസ്കുലറുമായിട്ട് ചോദിച്ചിട്ട്, അല്ലെങ്കിൽ പ്ലാസ്റ്റിക് സർജൻ തന്നെ വേണമെങ്കിൽ ബൈപ്പാസ് ചെയ്ത് രക്തയോട്ടം കൂട്ടാം. രണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെ ഇപ്പം ബൈപ്പാസ് ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ നമ്മൾ ഇന്റർവെൻഷണൽ റേഡിയോളജിസ്റ്റോ അല്ലെങ്കിൽ ഇന്റർവെൻഷണൽ കാർഡിയോളജിസ്റ്റിനെ വിളിച്ചിട്ട് നമ്മളൊരു ആൻജിയോപ്ലാസ്റ്റി ചെയ്ത് അങ്ങോട്ടുള്ള രക്തയോട്ടം കൂട്ടാം. അപ്പോൾ അത് രണ്ടും കൂട്ടിക്കഴിഞ്ഞാൽ നമുക്കാണെങ്കിൽ ഫ്രീ ഫ്ലാപ്പ് ചെയ്യുകയോ, ഫ്രീ ഫ്ലാപ്പ് എന്ന് വെച്ചാൽ മാംസം വേറെടുത്തുനിന്ന്, അതായത് നമ്മുടെ തുടയെന്നോ അല്ലെങ്കിൽ തുടയെന്നുള്ള മസിലോ അല്ലെങ്കിൽ സ്കിന്നായിട്ട് മാത്രമോ എടുത്ത് നമുക്ക് വേണമെങ്കിൽ അത് ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്ന പോലെ അവിടുത്തെ രക്തക്കുഴലുമായിട്ട് യോജിപ്പിച്ച് നമുക്കത് ഉണക്കിയെടുക്കാം. അല്ലെങ്കിൽ ഗ്രാഫ്റ്റ് ചെയ്യാം. ഗ്രാഫ്റ്റ് എന്ന് വെച്ചാൽ നേരത്തെ സ്കിൻ പാളി എടുത്തിട്ട് അത് അവിടെ കൊണ്ടുവന്ന് വെച്ച് അത് ഹീലാക്കാം. ഇപ്പോൾ ഇതൊന്നും പറ്റുന്നില്ല, രക്തയോട്ടം ഒന്നും ഇല്ലാത്ത പേഷ്യൻ്റ് ആണെങ്കിൽ നമ്മൾ അവിടെയും നമുക്ക് പുതിയ ഇതുണ്ട്, ഡ്രസ്സിംഗ് മെറ്റീരിയൽസ് ഉണ്ട്. ഡ്രസ്സിംഗ് മെറ്റീരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എസെല്ലുലാർ ഡെർമൽ മെട്രിക്സ് എന്നൊക്കെ പറയും. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ സ്കിന്നിലുള്ള പോലത്തെ ഡെർമിസ് എന്ന് പറയുന്ന സാധനങ്ങളുണ്ട്. അതിനെ അതുപോലെ തന്നെ നമ്മൾ ആർട്ടിഫിഷ്യലി ഡെവലപ്പ് ചെയ്തെടുക്കുന്ന സാധനമാണ് ഈ എസെല്ലുലാർ ഡെർമൽ മെട്രിക്സ്. അത് വെച്ച് നമ്മൾ ആ വൂണ്ടിനെ ഫ്ലഷ് വരുന്ന രീതിയിൽ അതിനെ ഗ്രാനുലേറ്റ് ചെയ്യിപ്പിക്കുക എന്നാണ് പറയുന്നത്. അതായത് ഫ്ലഷ് വരുന്ന മാംസം വരുന്ന രീതിയിൽ ആക്കിയിട്ട് ഗ്രാഫ്റ്റ് ചെയ്യിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ നമുക്ക് പല മൊഡാലിറ്റീസ് ഉണ്ട് വൂണ്ട് ഹീലിംഗ്. അതിപ്പം ഡയബറ്റിക്കാർക്കായാലും വെരിക്കോസ് വെയിൻ കൂടുതലുള്ളവർക്കാർക്കായാലും ഈ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് ഒക്കെ ഉള്ളവർക്കൊക്കെ മുറിവ് ഉണങ്ങാൻ കുറച്ച് പാടാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവർക്കൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇത് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഈ മന്ത് എന്ന് പറയുന്ന രോഗം ഭയങ്കര കോമൺ ആയിട്ട് പല ജില്ലകളിലൊക്കെ പറഞ്ഞു കേൾക്കാറുണ്ട്. അതിന് നമുക്ക് പ്ലാസ്റ്റിക് സർജറിയിൽ എന്ത് ചെയ്യാൻ സാധിക്കും? മന്തിൻ്റെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പല രീതിയിൽ ചെയ്യാം. ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ സൈസ് കുറയ്ക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യുക. അത് നമ്മൾ എക്സസൈസ് ചെയ്ത് ഗ്രാഫ്റ്റ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യം. ഡീബൾക്കിംഗ് എന്ന് പറയും. അതെന്ന് പറഞ്ഞാൽ അതിന്റെ സൈസ് കുറയ്ക്കുക എന്നുള്ള, ബൾക്ക് കുറയ്ക്കുക എന്നുള്ളതാണ് ഡീബൾക്കിംഗ് എന്ന് പറയുന്നത്. രണ്ടാമത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഫിസിയോളജിക്കൽ സർജറിയാണ് ചെയ്യുന്നത്. അതായത് മന്ത് ഉണ്ടാവുന്നത് അവിടുത്തെ ലിംഫാറ്റിക്സ് എന്ന് പറയുന്ന സാധനങ്ങൾ ബ്ലോക്ക് ആവുന്നുണ്ടാവും. അപ്പം നമ്മൾ ആ ഒരു കോസിനെ എങ്ങനെ തരണം ചെയ്യാം, അപ്പോൾ അതിന് നമ്മൾ വേണമെങ്കിൽ ഈ ലിംഫാറ്റിക്സ് എന്ന് പറയുന്ന സാധനങ്ങൾ അത് നല്ലത് കണ്ടുപിടിച്ചതിന് ശേഷം നമ്മൾ വെയിനുമായിട്ട് അനസ്റ്റമോസിസ്, വെയിനുമായിട്ട്, അതൊക്കെ സൂപ്പർ മൈക്രോ സർജറി എന്ന് പറയും. അതായത് ഇപ്പം പറയുന്ന പോലെ മൈക്രോ സർജറി എന്ന് പറയുന്നത് 1 മില്ലിമീറ്റർ രക്തക്കുഴലൊക്കെയാണ് നമ്മൾ റിപ്പയർ ചെയ്യുന്നെങ്കിൽ, ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.5 മില്ലിമീറ്റർ ഉള്ള രക്തക്കുഴൽ റിപ്പയർ ചെയ്യുന്നത്. അതായത് അതിന്റെ ഡയമീറ്റർ പറയുന്നത് ലിംഫാറ്റിക് ചാനൽസ് നമ്മൾ അങ്ങനെ മൈക്രോസ്കോപ്പിക്കലി നമുക്ക് റിപ്പയർ ചെയ്യുമ്പോഴത്തേക്ക് പഴയതുപോലെ ഈ ലിംഫ് ഫ്ലോ ഉണ്ടായിട്ട് ലിംഫെഡിമയുടെ ട്രീറ്റ്മെന്റ് പ്ലാസ്റ്റിക് സർജൻസ് ചെയ്യുന്നത് അങ്ങനെയാണ്. ഡീബൾക്കിംഗ് സർജറിയും ഈ ലിംഫാറ്റിക് സർജറിയും രണ്ടും നമ്മൾ
ചെയ്യുന്നവരാണ് ഇത് പ്ലാസ്റ്റിക് സർജൻസ്. ലിംഫാറ്റിക്സ് ഇപ്പം മെയിൻറ്റെയിൻ ചെയ്യുന്നത് അല്ല, മെയിൻലി ട്രീറ്റ്മെന്റ് ചെയ്യുന്നത് പ്ലാസ്റ്റിക് സർജൻസ് ആണ്. ഓക്കെ. ആക്ച്വലി എന്നെയൊക്കെ സംബന്ധിച്ച് പ്ലാസ്റ്റിക് സർജറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര എക്സ്പെൻസീവായ, വളരെ എലീറ്റ് ഗ്രൂപ്പ് ഓഫ് ആൾക്കാർക്ക് മാത്രം അഫോർഡബിൾ ആയിട്ടുള്ള എന്തോ ഒരു ട്രീറ്റ്മെൻറ്റ്, അത് നമ്മളുടെ സൗന്ദര്യം വർദ്ധിപ്പിക്കാനുള്ള ട്രീറ്റ്മെൻറ്റ് എന്നുള്ള മാത്രമുള്ള ചിന്താഗതിയായിരുന്നു. അതിനുശേഷം അത് ഇപ്പോൾ ഈ മന്തെന്നൊക്കെ പറയുന്നത് ആർക്കും വരാൻ പറ്റുന്ന, അല്ലെങ്കിൽ വളരെ സമൂഹത്തിൽ ഏറ്റവും താഴെയുള്ള ആൾക്കോട്ട് വരുന്ന രോഗമൊക്കെയാണ്. അപ്പോൾ അത്തരം രോഗങ്ങൾക്കടക്കം ട്രീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വലിയ വലിയ ഡിപ്പാർട്ട്മെന്റ്, ഒരു വലിയ ഏരിയ തന്നെയാണല്ലേ പ്ലാസ്റ്റിക് സർജറി എന്ന് പറയുന്നത്. ഞങ്ങൾ പലപ്പോഴും എന്താ പറയുന്നത്, വളരെയധികം ഇപ്പോൾ സമൂഹത്തിൽ ഇങ്ങനെ വളരെ താഴെയുള്ള ആൾക്കാർക്കും നമ്മൾ കോസ്മെറ്റിക് സർജറി അല്ല, ഇപ്പോൾ റീകൺസ്ട്രക്റ്റീവ് പ്രൊസീജിയേഴ്സ് അല്ലെങ്കിൽ ഫിംഗർ കോസ്മെറ്റിക് തന്നെ ആവണമെന്നില്ല, ഈവൻ കോസ്മെറ്റിക് ഓൾസോ ദേ ക്യാൻ അഫോർഡ്. ആ ഒരു രീതിയിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഓൺലി തിങ് ഈസ് അതിന് ഇൻഷുറൻസ് കവറേജ് ഇതുവരെ വന്നിട്ടില്ല, അത് മാത്രമേ ഉള്ളൂ. അതും കൂടെ വന്നു കഴിഞ്ഞാൽ പ്ലാസ്റ്റിക് സർജൻസ് നിൽക്കുന്ന സമയം കാണത്തില്ല. അതെ, ഇപ്പോഴേ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ചെങ്ങന്നൂരിലെ ഡോക്ടേഴ്സിന് നിന്ന് തിരിയാൻ സമയമില്ല. അപ്പോൾ ആ തിരക്ക് അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യട്ടെ. ഒരുപാട് പേഷ്യൻസ് ഒക്കെ എല്ലാവരെയും അവർക്ക് മാജിക് കൊണ്ടു കൊടുക്കാൻ പറ്റുന്ന ആൾക്കാരാണല്ലോ. കാരണം ഭയങ്കരമായിട്ടുള്ള മാറ്റങ്ങളാണല്ലോ, നമുക്ക് ഒരിക്കലും മാറില്ല. ഇപ്പൊ കൈ മുറിച്ച് മാറ്റണം എന്ന് പറയുന്നിടത്ത് കൈ അത് അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നു എന്ന് പറയുന്നത് അവർ നിങ്ങളെ ദൈവതുല്യരായിട്ടാണല്ലോ കാണുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ തന്നെ ഉണ്ടാവട്ടെ. വിഷിംഗ് ഓൾ ദ വെരി ബെസ്റ്റ് ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം. താങ്ക് യു. താങ്ക് യു.